നമസ്കാരം, ഞാൻ സുധീഷ് മഞ്ഞപ്പാറ. ഷക്കീല, മറിയ രേഷ്മ ഇങ്ങനെയുള്ള സിനിമകൾ റിലീസ് തുടങ്ങി. അപ്പോൾ ഈ സിനിമയുടെയൊക്കെ പോസ്റ്റർ ഒട്ടിക്കാൻ ഞാനത് പോകുന്നത് പെട്ടെന്ന് കൊണ്ടുപോയി ഒട്ടിക്കാൻ പറയും. അമ്മമാരും പെങ്ങന്മാരും അതുപോലെ സുഹൃത്തുക്കളൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഒട്ടിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾക്ക് ഇതെന്ന് പറഞ്ഞാൽ അന്നമാണത്. 2 ദിവസമാണ് പോസ്റ്റർ ഒട്ടിച്ച് തീരുന്നത്. കാരണം അത്രയും കിലോമീറ്ററുകളുണ്ട്. രാത്രി ഞങ്ങൾ വല്ല ഒട്ടിച്ചെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും രാവിലെ പോകുമ്പോഴത്തേക്കും കീറിയിട്ടേക്കുന്നതാണ്. അത് വല്ലാത്തൊരവസ്ഥയാണത്. നിങ്ങളുടെ അധ്വാനത്തിന്റെ വില മനസ്സിലാക്കാതെയാണ് അവരത് ഈ പണി ചെയ്യുന്നത്. സ്വന്തം നാട്ടുകാരനല്ലേ, അത് ഒട്ടിക്കുന്ന പടം കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അവരിങ്ങനെ നിൽക്കുക. ഞാനിങ്ങനെ പോസ്റ്ററിൽ പശയും തേച്ചുകൊണ്ടിരിക്കുക. ആ പശ തേക്കുന്നതനുസരിച്ച് പോസ്റ്റർ ഇങ്ങനെ കീറിപ്പോകാൻ നിൽക്കുക. മറിച്ച് ഒട്ടിച്ചാൽ ഷക്കീല പടമാണ്. ഈ ചേച്ചി എന്ത് വിചാരിക്കും? ഞാൻ ആകെപ്പാടെ വല്ലാത്തൊരു അവസ്ഥയിലായി. അവസാനം 2 കൽപ്പിച്ച് ഞാൻ ഒട്ടിച്ച്. അപ്പോൾ അവരിങ്ങനെ ഒന്ന് നോക്കിയിട്ട് എന്നെ ദയനീയമായി നോക്കിയിട്ട് അങ്ങ് പോയി. അപ്പോൾ ആ കടയിൽ അയാൾ ഇറങ്ങി വന്ന് ഇങ്ങനെ നോക്കിയിട്ട് നീ എന്തോടെ ഇവിടെ ഒട്ടിച്ചെന്ന് പറഞ്ഞിട്ട് എന്നെ പെല്ല ഷർട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വലിച്ച് ചെവിക്കൽ 2 അടിയും കിട്ടും. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ നമ്മൾ വല്ല ഒരു മോശക്കാരനെ ഇവിടെ കളിയാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ കുറേ കളിയാക്കിയ ആൾക്കാരൊക്കെ നിനക്ക് വേറെ ജോലിയുള്ള ഈ തിയേറ്ററിലൊക്കെ പോയി പോസ്റ്റർ ഒട്ടിക്കുന്ന ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ഒട്ടിച്ചുകൊണ്ട് കിടക്കുന്ന നാണോ ഇല്ലേ? ഓ നിങ്ങളെയൊക്കെ ഭാഗ്യം, എല്ലാ ഷോയും കയറി ഇരുന്ന് കണ്ടുകൂടെ, നിങ്ങളെയൊക്കെ ഭാഗ്യം എന്നൊക്കെയാണ് പറയുന്നത്. റിലീസിൻ്റെ അന്ന് രാവിലെ ആ 2 ദിവസത്തെ ഉറക്കച്ചടവോടുകൂടി ആ സിനിമ കാണുമ്പോഴുള്ളൊരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ലത്. എനിക്ക് തിയേറ്ററിൽ വന്നാൽ മാത്രമേ എനിക്ക് അങ്ങോട്ട് നിൽക്കാൻ പറ്റുള്ളൂ. എവിടെ പോയിരുന്നാലും ശരി. അത് തിയേറ്റർ സ്റ്റാഫിൻ്റെ ഒരു മൈൻഡ് എങ്ങനെയാണ്, അവർ ലോകത്ത് ഏത് ജോലിക്ക് പോയാലും ശരി തിയേറ്ററിൽ നിന്നൊരു വ്യക്തിയാണെങ്കിൽ കറങ്ങി തിരിഞ്ഞ് തിയേറ്ററിൽ തന്നെ വരും. ഇഞ്ചിപ്പണിക്ക് സാറും ഞാനായിട്ട് പണ്ടൊരു ചെറിയൊരു ഉടക്ക് വരെ നടന്നിട്ടുള്ളതാണ്. അതെന്താണ് രഞ്ജിത്ത് സാറ്? വെള്ളിത്തിരയിലെ നായകന്മാർക്ക് അപ്പുറം കുറേ മനുഷ്യർ ഈ സിനിമാ ലോകത്തുണ്ട്. അങ്ങനെ ഒരാളെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത്. സുധീഷ് ചേട്ടൻ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ സിനിമാ പോസ്റ്റർ ഒട്ടിക്കാൻ തുടങ്ങിയിട്ട് ചേട്ടൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ ഒട്ടിക്കാൻ തുടങ്ങി. അതിന് മുന്നേ തിയേറ്ററിൽ ക്ലീനിങ് സ്റ്റാഫ്. അതെ അതെ. പക്ഷെ അതൊന്നും അല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്. ആ ഇത് വെച്ചിട്ട് ഒരു ഡോക്യുമെന്ററി ചെയ്തു, കഥയില്ലാത്തത്. പിന്നെ ഒരു പുസ്തകം എഴുതി, ഓലക്കൊട്ടക, അല്ലേ? അപ്പൊ അത്രയും പാഷനുള്ള ഒരാൾക്ക് മാത്രം. ഇപ്പൊ നമ്മള് സിനിമാ പോസ്റ്റർ ഒട്ടിക്കും. നമ്മളൊക്കെ ചെറുതില്ലേ സിനിമാ പോസ്റ്റർ കാണുന്ന തന്നെ ഭയങ്കര ഒരു പോസ്റ്റർ കാണുന്നതാണല്ലോ നമുക്കൊരു ഇപ്പോഴാണല്ലോ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ വന്നതിന് ശേഷമാണല്ലോ പെട്ടെന്നൊരു റീച്ച്. മറ്റേത് ഒട്ടിക്കുമ്പോഴാണ് അറിയുന്നത് നമ്മൾ അതിൽ ഡേറ്റും കാര്യങ്ങളും ഉണ്ടാവും. എങ്ങനെയാണ് ചേട്ടാ ഈ ഒരു പോസ്റ്റർ ഒട്ടിക്കലിൽ നിന്ന് ഇപ്പോൾ ഇനി ഒരു സ്വന്തമായൊരു സംവിധാനം ചെയ്ത് നായകനായി ആ പടത്തിൽ അഭിനയിച്ച് വരണം എന്നൊക്കെയാണ് ആഗ്രഹം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇതിലേക്കൊരു വരവ്? കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയുടെ അമ്മ, അതായത് അമ്മൂമ്മയ്ക്ക് ചെറിയൊരു മുറുക്കാൻ കടയുണ്ടായിരുന്നു. തട്ട് കട, ചെറുതായിട്ട് പലകയൊക്കെ അടിച്ചൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആയൂർ ഐശ്വര്യ എന്ന് പറഞ്ഞൊരു തിയേറ്ററുണ്ട്. അവിടെ C ക്ലാസ് തിയേറ്ററാണ്. അപ്പോൾ അവിടുത്തെ പോസ്റ്റർ എന്നും ഈ ചാക്കിൽ ഈർക്കിൽ കുത്തി വയ്ക്കും. അപ്പോൾ അത് ഇപ്പോൾ വെക്കേഷനൊക്കെ ആകുമ്പോഴേക്കും അമ്മമ്മയുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ഈ പോസ്റ്റർ എന്ന് അവിടെ കാണും. അമ്മമ്മയ്ക്ക് പാസ്സുണ്ട് സിനിമ കാണാനുള്ള. അതേപോലെ 2 തിയേറ്റർ ഉണ്ട്, ചടയങ്കൽ അനുപമ, അതേപോലെ ആയൂർ ഐശ്വര്യ. അപ്പോൾ ആ പോസ്റ്റർ കണ്ടാണ് ഞാൻ വളർന്നത്. അവിടെ പോകുമ്പോഴെല്ലാം മോരും വെള്ളം കുടിച്ചിട്ട്. അമ്മൂമ്മ അപ്പൂപ്പനും കലാകാരന്മാരാണ്. അപ്പോൾ 2 പേരും. അപ്പോൾ അമ്മൂമ്മയാണെങ്കിൽ ആ പോസ്റ്റർ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ നാടകങ്ങൾ, പാട്ടുകളൊക്കെ എഴുതും. അതെ അമ്മൂമ്മ. അപ്പോൾ അത് ഇങ്ങനെ കണ്ട് വളർന്ന് പിന്നീട് സിനിമയോട് ഭയങ്കര താല്പര്യമായി. അതുപോലെ തന്നെ അമ്മൂമ്മ സിനിമ കാണാൻ ഞങ്ങളെ തിയേറ്ററിൽ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ സിനിമയോട് കുഞ്ഞുനാളിലെ ഒരു റേസും ഇഷ്ടമൊക്കെ ആയി വന്നു. വരും കാലങ്ങളിൽ വന്ന് എനിക്ക് സിനിമയിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം. അപ്പോൾ സിനിമയോട് താല്പര്യം തോന്നി, സിനിമ കാണാൻ ഒരുപാട് ആഗ്രഹം തോന്നി, തിയേറ്ററിൽ പോകാൻ തോന്നി. അങ്ങനെ ഒരു 9ാം ക്ലാസ് വെക്കേഷനൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ ഒരു അശോകൻ എന്ന് പറഞ്ഞ ആൾ, ആ ചേട്ടൻ അവിടെ താമസത്തിന് വന്നു വാടകയ്ക്ക്. അപ്പോൾ പുള്ളി പുനലൂർ തായലക്ഷ്മിയിൽ 2-3 തിയേറ്ററിലെ സിനിമാ പോസ്റ്റർ ഒട്ടിപ്പുകാരനാണ്. അങ്ങനെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അന്ന് ഈ മിന്നാരം, അതിൻ്റെ ധർത്തിപുത്ര, അങ്ങനെ കുറേ പിടക്കോഴി, കൂന്ന നൂറ്റാണ്ട്, ഇപ്പോൾ ഇതിൻ്റെയൊക്കെ സിനിമ പോസ്റ്റർ വീട്ടിൽ കൊണ്ടുവന്ന് എനിക്ക് തരുമായിരുന്നു. അപ്പോൾ അതിനോടൊക്കെ ഒരുപാട് ഇഷ്ടം തോന്നി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ തിയേറ്ററിൽ ജോലിക്ക് വരുന്നെങ്കിൽ വരാൻ പറഞ്ഞു. അങ്ങനെ 9ാം ക്ലാസ് വെക്കേഷൻ കഴിഞ്ഞ് 2 മാസത്തെ വെക്കേഷനുണ്ട്. അതിന് നേരെ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി തിയേറ്ററിൽ പോയി. അപ്പോൾ അഞ്ചൽ അർച്ചന എന്ന് പറഞ്ഞൊരു തിയേറ്ററാണ്. അപ്പോൾ അവിടെയാണ് ആദ്യമായിട്ട് ക്ലീനിങ് സ്റ്റാഫായിട്ട് കയറുന്നത്. ക്ലീനിങ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് കുറച്ചുകൂടെയൊക്കെ ഒരു എന്താ പറയുക, അതൊരു ജോലിയായിട്ടും അതിനൊരു സ്റ്റാൻഡേർഡും. ഇപ്പോൾ മാളുകൾ വന്നതും മാളിൽ നമ്മൾ സിനിമ കഴിഞ്ഞ് പോകുമ്പോൾ അത് ഫുള്ള് വൃത്തിയാക്കാൻ തന്നെ ഒരു സ്പേസ് സമയവും കൊടുക്കും.
പക്ഷെ പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. ആളുകൾ വളരെ ഇപ്പം ചേട്ടൻ പോയിക്കൊണ്ടിരുന്നപ്പം അവിടെ എങ്ങനെയായിരുന്നു, മറ്റേ കസേരയല്ലായിരുന്നോ? അതെ അതെ, പഴയ കസേര. അതിലേക്ക് ഇറങ്ങി നമ്മൾ വൃത്തിയാക്കിയില്ലെങ്കിൽ ഇവർ അടുത്ത ആൾക്കാർ വന്നിട്ട് ഇതെന്താ തിയേറ്റർ ഇത്രയും വൃത്തികേടായിട്ട് കിടക്കുന്നേ എന്നൊക്കെ പറയാറുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു സമയത്തെ ഒരു ഇത്? അതെന്ന് പറയുമ്പോഴേക്കും അവിടെ റിലീസ് സ്റ്റേഷൻ ആണെങ്കിലും ഓലയായിരുന്നു, ഓല തിയേറ്റർ ആയിരുന്നു. ഓ, അപ്പോൾ ഈ ബാത്റൂം എന്ന് പറഞ്ഞാൽ വലിയ വൃത്തിയൊന്നുമില്ലെങ്കിലും ഈ ഓരോ ഷോ കഴിയുമ്പോഴേക്കും ലോഷനും എടുത്തുകൊണ്ട് നമ്മൾ വെള്ളവും ചൂലും ബക്കറ്റിൽ വെള്ളം പിടിച്ച് ഒരു ടോയ്ലറ്റ് മൊത്തത്തിൽ തൂത്ത് വൃത്തിയാക്കി അതിൽ ലോഷൻ ഒഴിച്ചിട്ട് പോകും. അപ്പോൾ മിക്ക ദിവസങ്ങളിലും അതായത് എന്നെ എപ്പോഴും ലോഷൻ്റെ മണമാണ് എപ്പോഴും. അപ്പോൾ ഇഷ്ടമെന്ന് പറഞ്ഞാൽ സിനിമ പോസ്റ്റർ ഒട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആഴ്ച സിനിമ മാറിക്കൊണ്ടിരിക്കും. ആഴ്ച സിനിമ മാറിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മളെ ചേട്ടൻ ആശാൻ്റെ കൂടെ ഞാനും പോവും. ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകും എങ്കിൽ പോലും എനിക്ക് ആ സിനിമയുടെ വലിയ 6 ഷീറ്റ് പോസ്റ്റർ 30, 40 അങ്ങനെ 3-4 ടൈപ്പ് പോസ്റ്റർ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഒട്ടിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. രാത്രി പോവും. അപ്പോൾ രാത്രി എന്ന് പറയുമ്പോഴേക്കും ഒരു വൈകുന്നേരം ഒരു 6 മണിക്ക് ഇറങ്ങിയാൽ പിറ്റേന്ന് രാവിലെ ചിലപ്പോൾ റിലീസ് പടമാണെങ്കിൽ 2 നൈറ്റൊക്കെ എടുക്കും. ഡെയിലി വീണ്ടും ഇവിടെ ക്ലീൻ ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് ആ ഉറക്കം വെച്ചിട്ട് ഇവിടെ ക്ലീൻ ചെയ്തിട്ട് വീണ്ടും അന്ന് രാത്രി വീണ്ടും 2ാം ദിവസം അങ്ങനെ 2 ദിവസമാണ് പോസ്റ്റ് ഒട്ടിച്ച് തീരുന്നത്. കാരണം അത്രയും കിലോമീറ്ററുകളുണ്ട്. മാത്രമല്ല അവിടെ തിയേറ്ററുകൾ ഈ റിലീസ് സ്റ്റേഷൻ കുറവാണ്. സി ക്ലാസ് തിയേറ്റർ ഉണ്ടെങ്കിൽ പോലും റിലീസ് സ്റ്റേഷൻ കുറവാണ്. പിന്നീട് സിനിമ റിലീസിൻ്റെ അന്ന് രാവിലെ ആ 2 ദിവസത്തെ ഉറക്കച്ചടവോടുകൂടി ആ സിനിമ കാണുമ്പോഴുള്ളൊരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് കാരണം നമ്മൾ ഒട്ടിച്ച പടത്തിൻ്റെ പടം റിലീസിൻ്റെ അന്ന് രാവിലെ കാണുന്നതിൻ്റെ ഒരു ഫീല് വല്ലാത്തൊരു ഇതാണ്. ചേട്ടാ, പോസ്റ്റർ ഒട്ടിക്കാന്ന് പറഞ്ഞത് ഇപ്പം തന്നെ അതിനകത്ത് പലതരം പോസ്റ്റർ ഉണ്ടെന്ന് പറയാം. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല, പോസ്റ്ററിൻ്റെ ഇതൊന്നും അറിയില്ല. അപ്പം ഈ പോസ്റ്റർ ഒട്ടിക്കുക എന്ന് പറയുമ്പോൾ മൈദ കൂട്ടി നിങ്ങൾ രാത്രി പോയി ഈ പറഞ്ഞ ഭിത്തികളിൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ചില വീടുകളിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഒട്ടിക്കാൻ പാടില്ല. കാരണം ചില ചിത്രങ്ങളുടേത് ചിലപ്പോഴും ഇപ്പം നായകൻ മാത്രം ആയിരിക്കത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പണ്ടൊക്കെയാണ് ഐറ്റം ഡാൻസ് എന്നൊക്കെയാണ് അതിന് പറയുന്നത്. ഇന്ന് അതൊന്നുമല്ല. അങ്ങനെയുള്ള നായികനെയൊക്കെ വെച്ച് പോസ്റ്ററൊക്കെ ഇറക്കുവാണെങ്കിൽ അതൊക്കെ ഒട്ടിക്കാൻ ചമ്മലായിരുന്നു. പിന്നെ അല്ലാണ്ട് ഇപ്പം മമ്മൂട്ടി മോഹൻലാലൊക്കെ ആകുമ്പോൾ നമ്മളത് ഒട്ടിക്കുമ്പോൾ നമ്മൾ തൊട്ടട എന്നൊരു ഫീലായിരുന്നു. എങ്ങനെയായിരുന്നു അത്? ഞാൻ 9ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 10ാം ക്ലാസ്സിൽ പോയി. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വന്നപ്പോൾ, അതായത് 9ാം ക്ലാസ്സിൽ വെക്കേഷൻ ആണെങ്കിൽ പോലും വലിയ പഠിത്തമൊന്നുമില്ല. 10ാം ക്ലാസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും 10ാം ക്ലാസ് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴേക്കും സിനിമയുടെ പിന്നിലായതുകൊണ്ട് തോറ്റുപോയി. അങ്ങനെ 2, 3, 4 തവണ എഴുതേണ്ടി വന്നു. ഒന്നിൽ പഠിച്ചാൽ 4ആണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ സിനിമയുടെ ഇതായതുകൊണ്ട് അതുപോലെ തന്നെ. അപ്പോൾ ആ കാലത്താണ് പിന്നെ സ്ഥിരം ഞങ്ങൾ തിയേറ്ററിലായപ്പോഴേക്കും അപ്പോൾ തിയേറ്ററിൽ സിനിമയ്ക്ക് ആൾ കുറവാകുമ്പോഴേക്കും അവിടെ ഷക്കീല, മറിയ രേഷ്മ ഇങ്ങനെയുള്ള സിനിമകൾ റിലീസ് സ്റ്റേഷനാണത്. പ്രേമാഗ്നി, ഡ്രൈവിംഗ് സ്കൂള്, അതുപോലെ ഒരുപാട് പടങ്ങളുണ്ട്. അപ്പോൾ ഈ സിനിമയുടെയൊക്കെ പോസ്റ്റർ ഒട്ടിക്കാൻ ഞാനത് പോകുന്നത്. അപ്പോൾ നമ്മൾ പോസ്റ്റർ ചിലപ്പോൾ രാവിലെ കൊണ്ടുവരും, അല്ലെങ്കിൽ രാത്രി ലേറ്റായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. പെട്ടെന്ന് കൊണ്ടുപോയി ഒട്ടിക്കാൻ പറയും. അപ്പോൾ നമുക്കാണെങ്കിൽ ഈ പടം ഇതാണ്. അപ്പോൾ എന്ത് ചെയ്യും, നേരെ അതും കൊണ്ട് പോകും. അതും പശ ചിലപ്പോൾ 2 സൈസ് മാവാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ചീനി മാവുണ്ട്, അത് കപ്പപ്പൊടി, അതുകൊണ്ട് അത് നല്ല പശയാണ്. അതിൻ്റെ കൂടെ തുരിശൊക്കെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അത് കുറേ ആഴ്ചകളോട് അത് നിൽക്കും. അതേപോലെ മൈദാമാവുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ കലക്കി റെഡിയാക്കിയതിന് ശേഷം ആ പോസ്റ്റർ കൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ അമ്മമാരും പെങ്ങന്മാരും അതുപോലെ സുഹൃത്തുക്കളൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഒട്ടിച്ചേ പറ്റൂ. കാരണം അപ്പോൾ അവരൊക്കെ നമ്മളെ വേറെ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതെന്ന് പറഞ്ഞാൽ അന്നമാണത്. അതും സിനിമയോടുള്ള പാഷനാണ്, ആഗ്രഹം, ഇഷ്ടമാണത്. പക്ഷേ ഇങ്ങനെയുള്ള സിനിമകളാണെങ്കിൽ ഇപ്പോൾ അത് സിനിമ തന്നെയാണത്. പക്ഷേ കാരണം ഒരു കാലത്ത് സിനിമാ തിയേറ്ററിൽ സിനിമയെ പിടിച്ചു നിർത്തിയത് ഇത്തരം സിനിമകളാണ്. തിയേറ്ററുകളെ പിടിച്ചു നിർത്തിയത് ഇത്തരം സിനിമകളാണ്. കാരണം ഹൗസ്ഫുൾ ഷോയാണ് ഓടിക്കൊണ്ടിരുന്നത്. എങ്കിൽ പോലും അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഈ പറഞ്ഞ കുറേ കളിയാക്കിയ ആൾക്കാരൊക്കെ, നിനക്ക് വേറെ ജോലിയുള്ള ഈ തിയേറ്ററിലൊക്കെ പോയി പോസ്റ്റർ ഒട്ടിക്കുന്ന ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ഒട്ടിച്ചുകൊണ്ട് കിടക്കുന്ന നമുക്ക് നാണമില്ലേ, ഷക്കീലെ, മറിയ, രേഷ്മയൊക്കെ നിങ്ങളെയൊക്കെ ഭാഗ്യം, എല്ലാ ഷോയും കയറി ഇരുന്ന് കണ്ടുകൂടെ, നിങ്ങളെയൊക്കെ ഭാഗ്യം എന്നൊക്കെയാണ് പറയുന്നത്.
അപ്പോൾ കളിയാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഈ കളിയാക്കുന്നവർ തന്നെ നമ്മളെ കണ്ണും വെട്ടിച്ച് വന്ന സിനിമ കാണാൻ വന്നിട്ടുമുണ്ട്. അവർ വേറെ വഴി വന്നിട്ടുണ്ട്, പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കളിയാക്കലുകൾ അന്നത്തെ കാലത്തുണ്ടായിരുന്നു. പക്ഷേ സിനിമയോടുള്ള ആഗ്രഹം ഭയങ്കരമായിരുന്നു. അങ്ങനെ പിന്നെ വീണ്ടും അങ്ങനെ പിടിച്ച് നിന്നു. പക്ഷെ എന്തെങ്കിലും ഒരു ദിവസം ഈ സ്ക്രീനിൽ ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിക്കണം, ആ സിനിമ ഈ തിയേറ്ററിൽ റിലീസ് ചെയ്യണം, അതിൻ്റെ പോസ്റ്റർ ഒട്ടിക്കണം, അതിവിടെ കളിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്ക്രീനിൽ നമ്മളെയാണല്ലേ കാണുന്നത്. അതെ സ്വന്തം അല്ല, ഇപ്പം നമ്മൾ ഈ സിനിമ നമ്മൾ ഇപ്പോഴത്തെ ഇറങ്ങുന്ന സിനിമ പണ്ട് കാലത്തെ പിള്ളേരുടെ ഒരു കൗതുകമായിരുന്നു ഈ പറയുന്ന പ്രൊജക്ടർ കാര്യങ്ങൾ. അതൊക്കെ കാണുമ്പോൾ ഒരു മായാലോകമാണ്. പലരും പല പാഷനായിട്ടുള്ള സിനിമയിൽ കയറിയവരൊക്കെ ഇത്രയും ഭയങ്കരമായിട്ട് അതിനോട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ ചേട്ടൻ തന്നെ പറയുന്നുണ്ട് ചേട്ടൻ അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ് ആ സിനിമാ മേഖലയിൽ തന്നെ. ഇപ്പം ഇതിന് എത്ര രൂപയായിരുന്നു കൂലിയൊക്കെ ആ സമയത്ത്? അന്ന് മാസ ശമ്പളമായിരുന്നു 1400 രൂപ. ഒരു മാസം ജോലി ചെയ്താൽ 1400 രൂപ മൊത്തത്തിൽ കിട്ടും. അതും മരണം പണിയാണ്. അത് തിയേറ്ററിലെ ജോലിയുണ്ട്, സിനിമാ പോസ്റ്റർ ഒട്ടിക്കാൻ പോകണം, തിയേറ്ററിലെ തൂപ്പിൻ്റെ കാര്യങ്ങളും അതുപോലെ ക്ലീനിങ്, പോസ്റ്റർ ഒട്ടിക്കാൻ പോകണം, പിന്നെ അവിടെ വരുന്ന ജോലികൾ ചെയ്യണം, അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് എന്തായിരുന്നു അവർ പറഞ്ഞത്? വീട്ടുകാർക്ക് അറിയാമെങ്കിൽ പോലും അവന് വേറെ ഇത് അച്ഛനമ്മമാരെന്ത് പറഞ്ഞാലും ശരി, മക്കൾ അവർക്കുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ട് അവരതേ പോകും. എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ഞാൻ കേൾക്കാറില്ല. കാരണം വീട്ടിൽ വെച്ച് സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ പല ജോലികളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോൺക്രീറ്റ് പണിയായിരുന്നാലും ശരി, അതുപോലെ കട്ടകെട്ടൽ, ഈ ഇലക്ട്രിക്കലിൻ്റെ കട്ട അടിക്കാൻ പോയിട്ടുണ്ട്, വേസ്റ്റ് കോരാൻ എന്നുകൊണ്ട് എല്ലാം പോയിട്ടുണ്ട്. ബാറിൽ ജോലി ചെയ്തിട്ടുണ്ട്, ക്ലീനിങ് സ്റ്റാഫായിട്ട് ഒക്കെ പലതും പോയിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് തിയേറ്ററിൽ വന്നാൽ മാത്രമേ എനിക്ക് അങ്ങോട്ട് നിൽക്കാൻ പറ്റുള്ളൂ. എവിടെ പോയിരുന്നാലും ശരി, അത് തിയേറ്റർ സ്റ്റാഫിൻ്റെ ഒരു മൈൻഡ് എങ്ങനെയാണ്, അവർ ലോകത്ത് ഏത് ജോലിക്ക് പോയാലും ശരി തിയേറ്ററിൽ നിന്നൊരു വ്യക്തിയാണെങ്കിൽ കറങ്ങി തിരിഞ്ഞ് തിയേറ്ററിൽ തന്നെ വരും. ഒരിക്കൽ വേറൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ഈ പറഞ്ഞ കണക്ക് ഒരു ഷക്കീലയുടെ എനിക്കും ഡ്രൈവിംഗ് സ്കൂളാണെന്ന് തോന്നുന്നു, അത് ഞാൻ ഒട്ടിക്കാൻ പോയപ്പോഴേക്കും അവിടെ ആൾക്കാരൊക്കെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒട്ടിച്ചേ പറ്റൂ സ്ഥിരം. അപ്പോൾ കഴിഞ്ഞൊരു പോസ്റ്ററും കിടക്കുകയാണ്. അവിടെ മാനേജർ ഡെയിലി പോകുന്ന വഴിയും കൂടെയാണ്. അപ്പോൾ അവിടെ ഒട്ടിച്ചേ പറ്റൂ. അപ്പോൾ ആൾക്കാരെല്ലാം നോക്കിയാണ്. എനിക്കാണെങ്കിൽ ഒട്ടിച്ചിട്ട് പോകാൻ വേണം. നോക്കുമ്പോഴത്തേക്ക് പഠിപ്പിച്ച് വീടിൻ്റെ അയൽവക്കത്തുള്ള ചേച്ചിക്കുന്നു, മോനെ നീ ഇപ്പോൾ അവിടെ ജോലി? ഞാൻ പറഞ്ഞു ഏതാ പടം? ഞാൻ പറഞ്ഞ ഞാൻ പറയാം, നമുക്ക് ഒരു മലയാള പടം എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കാണെങ്കിൽ സ്വന്തം നാട്ടുകാരനല്ലേ, അത് ഒട്ടിക്കുന്ന പടം കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അവരിങ്ങനെ നിൽക്കുക. അപ്പം ഞാനിങ്ങനെ പോസ്റ്ററിൽ പശയും തേച്ചുകൊണ്ടിരിക്കുക. ആ പശ തേക്കുന്നതനുസരിച്ച് പോസ്റ്റർ ഇങ്ങനെ കീറിപ്പോകാൻ നിൽക്കുക. മറിച്ചൊട്ടിച്ചാൽ ഷക്കീല പടമാണ്. ഈ ചേച്ചി എന്ത് വിചാരിക്കും? ഞാൻ ആകെപ്പാടെ വല്ലാത്തൊരു അവസ്ഥയിലായി. അത് ഞാൻ നോക്കിയതും അവസാനം രണ്ടും കൽപ്പിച്ച് ഞാൻ ഒട്ടിച്ച്. അപ്പോൾ അവരിങ്ങനെ ഒന്ന് നോക്കിയിട്ട് എന്നെ ദയനീയമായി നോക്കിയിട്ട് അങ്ങ് പോയി. അപ്പോൾ ആ കടയിൽ അയാൾ ഇറങ്ങി വന്ന് ഇങ്ങനെ നോക്കിയിട്ട്, നീ എന്തുവാണ് ഇവിടെ ഒട്ടിച്ചതെന്ന് പറഞ്ഞിട്ട് എന്നെ പെല്ല ഷർട്ടിൽ നിന്ന് പിടിച്ചങ്ങോട്ട് വലിച്ച് ചെവിക്കലും 2 അടിയും എടുത്തു. അതോടുകൂടി അത് വല്ലാത്തൊരവസ്ഥയായിരുന്നു അത്. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ നമ്മൾ ഒരു മോശക്കാരനാണ് ഇവിടെ. പിന്നെ അയാൾ തന്നെ എന്നെ കൊണ്ട് കീറാൻ പറഞ്ഞു. കീറിപ്പോയി ചെയ്തു. അപ്പോൾ പഴയ പോസ്റ്റർ അവിടെ കിടക്കുക. അത് പോസ്റ്റർ കിടക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ മാനേജർ വന്നാൽ അയാളുടെ വായിരിക്കുന്നത് കേൾക്കണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? സമ്മതിച്ചില്ല, ഒട്ടിക്കാൻ സമ്മതിച്ചില്ല തന്നെയാണ്. ഇതൊരു കാലത്ത് ഇത്തരപ്പെട്ട ആളുകൾ നേരിട്ടൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പം നമ്മൾ അല്ലെങ്കിൽ 100 രൂപ അല്ലെങ്കിൽ 80 രൂപ ഒക്കെ കൊടുത്ത് തിയേറ്ററിൽ പോകുന്നു, കാണുന്നു എന്നതിനപ്പുറം ഇതിൻ്റെ പിന്നിൽ വിജയിപ്പിക്കാൻ അന്നത്തെ കാലത്ത് നിന്നത് ഒരു പോസ്റ്റർ തൊഴിലാളികൾ തന്നെയാണ്. ഒട്ടിക്കുക എന്ന് പറയുന്നത് എന്തൊരു വലിയ ആഘോഷം പോലെ, അല്ലെങ്കിൽ എന്തോ ഒരു, ഇപ്പോൾ ചേട്ടൻ പറയുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അത്രയും തീവ്രമായിട്ടാണ് നിങ്ങളത് ചെയ്തുകൊണ്ടിരുന്നത്. പറഞ്ഞ പോലെ ഈ പറയുന്ന അത്തരം പടങ്ങൾ, സർട്ടിഫിക്കറ്റ് അഡൽട്ട്സ് പടങ്ങളാണ് തിയേറ്ററിന് ഒരു വിധത്തിൽ കൂട്ടാണ്ട് പിടിച്ചു നിന്നത്. അപ്പം നമ്മുടെ ജോലിയാണ് ചേട്ടൻ പറഞ്ഞത്, ജോലിയാണ്. അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഭയങ്കര ഇതെന്താ ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അത് തന്നെ കാണാൻ വരുന്നവരുണ്ട്. നമ്മളെ അടിച്ചവർ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ അതിനകത്തോടെ ഒന്ന് കണ്ടിട്ടുണ്ടാവാം. ഈ ഒരു കോൺഫ്ലിക്റ്റ് നിൽക്കാൻ തന്നെ ഈ പണി വേണ്ട, എനിക്കിത് വേണ്ട, ഞാനിനി വേറെ എന്തെങ്കിലും പോവാം, ഇത്രയും അപമാനമൊക്കെ സഹിച്ച് നിൽക്കണ്ട എന്ന് പിന്നെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ?
ഇല്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. അതിപ്പോൾ ഇല്ല, കാലങ്ങൾ മാറി വരുന്നതാണെങ്കിൽ സിനിമകൾ മാറിക്കൊണ്ടേയിരിക്കും. അതിങ്ങനെ എന്നും പറയും, ഇപ്പോൾ ഈ പടം വന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവിടെ നിന്ന് മാറാൻ പോകാൻ പറ്റില്ല. എനിക്ക് ആ സിനിമ തന്നെയാണത്. അത് ഒരാഴ്ച ഓടും, അടുത്ത റിലീസ് പടം വരും, അത് മാറി തിരിച്ച് അങ്ങനെ പോകും. അങ്ങനെയാണ്. പിന്നീട് എനിക്ക് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, ആഗ്രഹങ്ങളൊന്നും പോകത്തില്ല. കാരണം സെക്കൻഡ് ഷോസ് നടക്കുന്ന സമയത്ത് നമ്മളിതിനെ തൊട്ട് താഴെയുള്ള ഒരു പോസ്റ്റർ മുറിയുണ്ട്. അവിടെ മൊത്തം പോസ്റ്ററാണ്. അതിൻ്റെ അകത്ത് പഴയതും പുതിയതായിട്ടുള്ള പോസ്റ്ററുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. നല്ല മണമാണ്, പോസ്റ്ററിൻ്റെ മണം, വല്ലാത്തൊരു ഫീലാണത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇറങ്ങി സെക്കൻഡ് ഷോ ഇങ്ങനെ കേട്ട് ഉറങ്ങുമ്പോഴത്തേക്ക് ഡയലോഗുകളൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ തലയുടെ മുകളിലൂടെ ഇങ്ങനെ അതിലിങ്ങനെ അത് കേട്ടോണ്ടാണ് ഉറങ്ങുന്നത്, സിനിമ ഡയലോഗുകളൊക്കെ. അപ്പോൾ ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ചെന്നൈയിൽ പോകാൻ പറ്റുമെങ്കിൽ പോകാൻ പറഞ്ഞു. കോടമ്പക്കം. അവിടെ പോയാണ് എല്ലാവരും രക്ഷപ്പെട്ടിട്ടുള്ളത്. അവിടുത്തെ പൈപ്പ് വെള്ളം കുടിച്ചാൽ നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2002-2003 ഞാൻ നേരെ ചെന്നൈയിലേക്ക് പോയി. അവിടെ ചെന്ന് സിനിമയിൽ അഭിനയിക്കണം. അതെ. ഓക്കെ. അങ്ങനെയാണ് ഇവിടുന്ന് വണ്ടി കയറുന്നത്. അതെ. ട്രെയിനിൽ നേരെ ചെന്നൈയിൽ പോയി. അപ്പോൾ ചെന്നൈയിൽ എന്നതും അവിടെ കുറേ അവിടെ കോടമ്പക്കത്ത് ചെന്നാൽ മതി എല്ലാ സിനിമാക്കാരാന്ന് പറഞ്ഞു. പക്ഷേ കോടമ്പക്കത്ത് ഞാൻ ഒരു സിനിമാക്കാരെ ഞാൻ കണ്ടില്ല. അപ്പോഴാണ് അറിഞ്ഞത് അപ്പോഴേക്കും സിനിമ എറണാകുളത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമകളിൽ എറണാകുളത്ത് ഫസ്റ്റ് നട്ടു. അപ്പോൾ ഈ കോടമ്പക്കത്ത് സിനിമാക്കാർ മാത്രമേ ഉള്ളൂ. തമിഴ് സിനിമയുടെ കുറച്ച് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ അവിടെ എല്ലാം തനിക്ക് നടന്ന് 2-3 ദിവസം ആ പവിത്രമായ ജലം ഞാൻ കുടിച്ചു, പൈപ്പ് വെള്ളം. അത് പിന്നെ വയറിളക്കം ഒന്നും വേണ്ട, 2-3 ദിവസം ഛർദ്ദിച്ച് ഞാൻ ഇങ്ങനെ ഒന്നും ഒരു ഗതിയില്ലാതെ ഏവിയൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലൂടെയൊക്കെ ഇങ്ങനെ പോയി നിന്ന് ഇങ്ങനെ അവിടെ ഷൂട്ടിങ് നടക്കുന്ന, നമ്മളിങ്ങനെ വെളിയിലിരിക്കുന്നത്, സെക്യൂരിറ്റി അകത്തോട്ട് കയറുന്നില്ല. തൊട്ടപ്പുറത്ത് വിജയവാഹിനി സ്റ്റുഡിയോ ഉണ്ട്. അവിടെ ചെന്ന് അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അന്ന് നയൻതാരയുടെ ഏതോ ഒരു സിനിമയുടെ ഒരു ഗ്ലാമർ, ഏതോ ഒരു സിനിമയുടെ പാട്ടിറങ്ങൊക്കെ നടക്കുന്നത് വിജയവാഹിനി സ്റ്റുഡിയോ, ഇപ്പം ഇന്നില്ല അതിൽ. അങ്ങനെ അവിടെയൊക്കെ നിന്നതിന് ശേഷം പിന്നെ 2-3 ദിവസം ഇങ്ങനെ തേടി നടന്ന് കുറേ അമ്പലങ്ങളുടെ മുന്നിലൊക്കെ കിടന്നിട്ട് അതിന് ശേഷം വയ്യാണ്ടായി. അങ്ങനെ ഒരു മലയാള ഹോട്ടലിൽ ജോലിക്ക് കയറി. അവിടെ പാത്രം കഴുകലായിരുന്നു. ഏതാണ്ട് 6 മാസത്തോളം ഞാൻ അങ്ങനെ നിന്ന്. കാരണം നൈറ്റ് ഡ്യൂട്ടി എടുത്തതിന് ശേഷം അവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് രാവിലെ പോയി റൂമിൽ പോയി കുളിച്ചിട്ട് നേരെ AVM വിജയവാഹിനി സ്റ്റുഡിയോയിൽ എൻ്റെ മുന്നിൽ പോയി നിൽക്കും. അങ്ങനെ കുറേ നാളങ്ങനെ. അങ്ങനെ നിൽക്കുമ്പോൾ ആരെങ്കിലും അവസരം നമുക്ക് ആരെങ്കിലും കണ്ടിട്ട് ചാൻസ് ചോദിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ്? അല്ല, അവർ നമ്മളെ കയറ്റി വിടത്തില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെയും വണ്ടി വന്നാൽ തന്നെ അത് കയറി പോകും, ഗേറ്റ് അടയ്ക്കും. സെക്യൂരിറ്റിയുടെ മുന്നിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാന്നല്ലാതെ ഒന്നുമില്ല. അയാൾ പോങ്കടാ പോങ്ക വെളിയിൽ പോടാന്ന് പറയും. ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലേ? പിന്നെ അപ്പോൾ പറയും ഇതോ പോകുന്നത് സാർ, മമ്മൂട്ടി സാർ, അവരെ ഇങ്ങനെ പോകുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമുക്ക് അവരെ പോലും കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ അതിന് ശേഷം 6 മാസത്തിന് ശേഷം വീണ്ടും തിയേറ്ററിൽ വന്നു. തിയേറ്ററിൽ വന്നതിന് ശേഷം വീണ്ടും പോസ്റ്റ് ഒട്ടിക്കാൻ കയറി. വേറെ പണികളൊന്നും താല്പര്യമില്ല. തിയേറ്ററിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ തിയേറ്ററിൽ തന്നെ വീണ്ടും സെറ്റായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്തുകൊണ്ട് ഒരു കഥ എഴുതിക്കൂടാ എന്ന് തോന്നി. അതിലേക്ക് ചിന്ത പോകുന്നത്. അങ്ങനെ ഞാൻ ചേട്ടന്റെ ജീവിതം. അതെ. അപ്പം ഞാൻ ഫസ്റ്റിൽ എഴുതിയെന്ന് പറഞ്ഞാൽ സ്ലിപ്പ് എന്ന് പറഞ്ഞൊരു നോവൽ എഴുതിയായിരുന്നു, സ്ലിപ്പ്. അപ്പോൾ അത് സ്വന്തമായിട്ട് തന്നെ ഞാൻ തന്നെ എഴുതി പുസ്തകമാക്കി. പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്സിൽ പറഞ്ഞ് ഇതെല്ലാം കൂടെ കൊണ്ടുകൊടുത്ത് അവർ തന്നെ ഒരു പുസ്തകമാക്കി തന്നു. അന്ന് പിന്നെ അതുപോലെ തന്നെ സിനിമ എനിക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് ഏതാണ്ട് ഇപ്പോൾ ഒരു 10-12 വർഷമായിട്ട് ഞാൻ സ്ഥിരം പോകുന്നുണ്ട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. കൊല്ലംകാരന് ചേവിയം വരെ പോകേണ്ട കാര്യമില്ല. ഫിലിം ഫെസ്റ്റിവലിലൊന്നും. അതെ തീർച്ചയായിട്ടും. നമ്മുടെ ക്യാമറ വിഷ്ണു എല്ലാ വർഷവും ഫിലിം ഫെസ്റ്റിവലില് അവൻ ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്താലും അവനവിടെ പോയിരിക്കും. അപ്പോൾ ഈ കൊറോണയ്ക്ക് മുമ്പ് വരെ സ്ഥിരം പോയിക്കൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് കുറേ സിനിമാക്കാരെ പരിചയപ്പെടാനും പറ്റും. അതും ദൈവമായിട്ടൊന്നൊരു അനുഗ്രഹം തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ അല്ല ജയരാജ് സാറിനെ കാണുന്നത്, സംവിധായകൻ ജയരാജ് സാറിനെ. അപ്പോൾ ജയരാജ് സാറിൻ്റെ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശാന്തമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശാന്തം. അങ്ങനെ ജയരാജ് സാറിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ശാന്തം ഭയങ്കര ഇഷ്ടമാണ് സാർ, അതിൽ ഇന്ന BGM ഇഷ്ടമാണ്, ഇന്ന സീൻ ഇഷ്ടമാണ്, അതിൽ വരുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് സാർ തോന്നുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാൻ എഴുതിയ നോവലാണെന്ന് പറഞ്ഞിട്ട്.
ആ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് സാർ ഒരിക്കൽ വിളിക്കുന്നു, നിനക്ക് സിനിമയിൽ അസിസ്റ്റൻ്റ് ആവാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു ആ ഉണ്ട് സാർ. എന്നാൽ വരാൻ പറഞ്ഞാൽ ഒരു പടം തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജയരാജ് സാറിൻ്റെ ഒരു സിനിമ. അങ്ങനെയാണ് ഞാൻ ജയരാജ് സാറിൻ്റെ ഭയാനകം സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് പോകുന്നത്. അപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് പോകുമ്പോഴാണ് അപ്പോൾ രഞ്ജി പണിക്കർ സാറിൻ്റെ കൂടെയായിരുന്നു ഞാൻ നിന്നത്. അപ്പോൾ രഞ്ജി പണിക്കർ സാറും ഞാനായിട്ട് പണ്ടൊരു ചെറിയൊരു ഉടക്ക് വരെ നടന്നിട്ടുള്ളതാണ്. അതെന്താണ് രഞ്ജിത്ത് സാറ് എന്ത് പറ്റി? അതിന് അത് പറയണമെങ്കിൽ വേറൊരു കഥയുണ്ട്. ഓക്കെ. അപ്പോൾ എനിക്ക് ഒരു ഡോക്യുമെൻ്ററി ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ സ്ഥിരം പോകുന്നതുകൊണ്ട് തന്നെ ഡോക്യുമെൻ്ററി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം, അതെല്ലാം കണ്ടുകൊണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരേ കടൽ അതേപോലെ അഗ്നിസാക്ഷിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ. അങ്ങനെ ഞാൻ ആ സിനിമ എന്നെ സംവിധായകൻ ശ്യാമപ്രസാദ് സാറിൽ എത്തിച്ചു. അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടു. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടൊക്കെ ചേർന്നു. അപ്പോൾ പറഞ്ഞു ഞാനിപ്പോൾ ഉടനെ ഒന്നും സിനിമ ചെയ്യുന്നില്ല, ഒരു കാര്യം ചെയ്യും നിങ്ങൾ. അപ്പം ഞാൻ ഇതേപോലെ പറഞ്ഞു സാറേ എനിക്കൊരു ഡോക്യുമെൻ്ററി ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ആ കുഴപ്പമില്ല ചെയ്തോളൂ, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ധൈര്യം, സാർ പൂജയൊക്കെ എങ്ങനെയാണ് അത് എങ്ങനെ വേണമെങ്കിലും ചെയ്തോളൂ, ഞാൻ എന്തായാലും ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ ഉദ്ദേശിച്ചത്. കഥയിൽ ഇല്ലാത്തവർ അല്ലെങ്കിൽ കഥ ഇല്ലാത്തവർ എന്നാണ് എൻ്റെ ടൈറ്റിൽ. ഇപ്പൊ ആ ബുക്കിന്റെ ടൈറ്റിൽ നല്ല രസമുണ്ട്. കഥ ഇല്ലാത്തവർ ഈ സിഡിയുടെ ഒരു ഇതില് അതെ അതെ കഥയിലില്ലാത്തവർ രണ്ടും ഒന്ന് തന്നെ, അർത്ഥം ഒന്ന് തന്നെയാണ്. അതെ, കഥയിലില്ലാത്തവർ കഥയില്ലാത്തവർ. അതെ അതെ അതെ. അപ്പോൾ സിനിമ പോസ്റ്റർ ഒട്ടിപ്പിക്കുന്ന തൊഴിലാളികളെ കുറിച്ച്, അപ്പോൾ എനിക്ക് ഈ മേഖലയെ കുറിച്ച് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് തന്നെ ഡോക്യുമെൻ്ററി ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ പൂജ തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്നു. ശ്യാമപ്രസാദ് സാർ വന്നിരുന്നു. പിന്നെ ഞങ്ങളുടെ തിയേറ്ററിൻ്റെ ഓണർ ഉണ്ടായിരുന്നു, അഞ്ചൽ വർഷ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫിയോക്കിൻ്റെ പ്രസിഡൻറ്റ്, തിയേറ്റർ ഫിയോക്കിൻ്റെ വിജയകുമാർ സാറ്. അപ്പോൾ അദ്ദേഹവും പിന്നെ വേറെ ദേവപ്രസാദ് എന്ന് പറയുന്ന ഡയറക്ടർ ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ 3 പേരും വെച്ചിട്ട് അവിടെ ഒരു പിന്നീട് കഥയിലില്ലാത്തവരുടെ പൂജ നടന്നു. അതിനുശേഷം പിന്നെ എൻ്റെ ക്യാമറാമാൻ എന്ന് പറയുമ്പോൾ തുഷാദ് ചാത്തന്നൂരുള്ളതാണ്. 5 ക്യാമറാമാനല്ല, തുഷാദ് അതേപോലെ ഷേരു, അങ്ങനെ കുറേ 1, 2, 3, 4 ക്യാമറാമാരുണ്ടായിരുന്നു. കാരണം കല്യാണം പിടിക്കാൻ പോകുന്നവരാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് വരുമ്പോഴാണ് എൻ്റെ കൂടെ വരുന്നത്. അങ്ങനെ 1.5 വർഷം കൊണ്ടാണ് ഈ ഡോക്യുമെൻ്ററി പൂർത്തി ചെയ്തത്. സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ ജയരാജ് അതുപോലെ രാജീവ്, അങ്ങനെ കുറേ ആൾക്കാർ, പിന്നെ ഞാൻ കുറേയൊക്കെ പൈസ ഒപ്പിച്ചിട്ടാണ് ഡോക്യുമെൻ്ററി പൂർത്തിയാക്കിയത്. 1.5 വർഷം എടുത്തു. അപ്പോൾ ഇതിൽ ഡോക്യുമെൻ്ററിയിൽ കൂടുതലും നമ്മുടെ സിനിമ പോസ്റ്റ് ഒട്ടിപ്പുകാരാണെങ്കിൽ പോലും അതിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാവണം. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ മുകളിൽ അങ്ങ് തലയ്ക്കൽ കണ്ടാലേ താഴെങ്കിലും നടക്കും, കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടും. അതുകൊണ്ട് പിന്നെ ഞാൻ ആലോചിച്ചെന്ന് പറഞ്ഞാൽ മോഹൻലാലൊന്ന്. അപ്പോൾ പുലിമുരുകൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ് അത് പറ്റത്തില്ല, കാണാനൊന്നും പറ്റത്തില്ല എന്ന്. അങ്ങനെ അതായത് ഈ സിനിമയിൽ നമ്മുടെ പ്രൊഡ്യൂസർ സുരേഷ് കുമാർ സാറിനെ ആയിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ സുരേഷ് കുമാർ സാറിൻ്റെ ഒരു ഇതിൽ ബൈറ്റ് എടുത്തിട്ടുണ്ട് പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക്. രഞ്ജി പണിക്കർ സാറിനെ കിട്ടി. രഞ്ജി പണിക്കർ സാറിൻ്റെ ഫോൺ നമ്പർ കിട്ടി. ഈ രഞ്ജി പണിക്കർ സാർ വഴി മമ്മൂക്കയെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം രഞ്ജി പണിക്കർ സാറിനെ വിളിച്ചു, മെസ്സേജൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ മമ്മൂക്കയെ കണ്ടില്ല, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഫെസ്റ്റിവലിന് കൊടുക്കാറുമായി, ഒരു ഫെസ്റ്റിവൽ വരുന്നുണ്ട്, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വരുന്നുണ്ട്. അപ്പോൾ മമ്മൂക്കയെ എനിക്ക് ബൈറ്റ് കിട്ടുമെന്ന് ചോദിക്കണം. ഞാൻ മമ്മൂക്കയെ കണ്ടില്ല, ഞാൻ കാണുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. രഞ്ജി പണിക്കർ സാർ എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, ഞാനും അങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കണ്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പിറ്റേന്നത്തെ പത്രത്തിൽ മമ്മൂക്കായും രഞ്ജി പണിക്കർ സാറും കൂടെ ഉദ്ഘാടനത്തിന് നിൽക്കുന്ന ഫോട്ടോകൾ, ഞാനേൽ വേറെ ഫംഗ്ഷൻ നിൽക്കുന്നത്. എന്നിട്ട് സാർ എൻ്റെ കൂടെ പറയുന്നത് ഞാൻ കണ്ടില്ല, അറിയില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസം ദേഷ്യം വന്നിട്ട് പറഞ്ഞു, സാർ ഇത്രയും നാൾ ഏതാണ്ട് 6 മാസത്തോളം ഞാൻ കാത്തിരുന്നത്, സാറിന് പറ്റത്തില്ലെങ്കിൽ പറ്റത്തില്ല എന്നെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അറിയിപ്പുമില്ല. പിന്നെ അതിന് ശേഷം ഞാൻ നേരെ മമ്മൂക്കയുടെ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് അവിടെ ഭാസ്കർ ദി റാസ്കൽ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ എറണാകുളത്ത് വന്നിട്ട്, അപ്പോൾ സിദ്ദീഖ് സാറായിരുന്നു ഡയറക്ടർ. അങ്ങനെ ഞാൻ ചെന്ന് ഇതേപോലെ നിന്നപ്പോഴേക്കാണ് ആൻഡോ ജോസഫ് സാർ വന്നു. ആൻഡോ സാറിനോട് പറഞ്ഞു, സാർ ഇതേപോലെ ഞാൻ അഞ്ചൽ നിന്ന് വന്നാണ്. മനസ്സിലായി, അഞ്ചൽ വർഷയില പോസ്റ്റ് ഒട്ടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നീ രഞ്ജി പണിക്കറുമായിട്ട് എന്തോ പ്രശ്നം? ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല സാർ.
നിന്നെ കണ്ട മമ്മൂക്കയെ കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തരാം, നിന്നെ എനിക്കൊന്ന് പഠിക്കണമെന്ന് പറഞ്ഞ്. ഞാൻ പറയും സാർ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല, നിന്നെ എനിക്ക് ഒന്ന് പഠിക്കണം, എന്തായാലും ഒരു കാര്യം ചെയ്യും, നീ ഭക്ഷണം കഴിച്ചോ? ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ സാർ അന്നോട്ട് ഭക്ഷണം കഴിച്ച് അങ്ങനെ എല്ലാം കൂടെ തന്നിട്ട് പറഞ്ഞ് എന്തായാലും ഒരു കാര്യം ചെയ്യും, ഞാൻ പിന്നെ വിളിക്കുമ്പോൾ നീ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആൻഡോ ജോസഫ് സാറ് പറഞ്ഞു വിട്ടു. അന്ന് മമ്മൂക്കയെ കണ്ട്, പക്ഷേ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ല. അതിനുശേഷം അപ്പോൾ ഞാൻ ഡയറക്ടർ സിദ്ദിഖ് സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് ഇതേപോലെ ഡോക്യുമെൻ്ററി ചെയ്യുന്നുണ്ട്, അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ, നീ മമ്മൂക്കയെ തന്നെ കണ്ടേ പറ്റൂ. അങ്ങനെ പിന്നെ ഞാൻ ലിബർട്ടി ബഷീർ സാറിനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബൈറ്റും ഇതിലുണ്ട്. കാരണം ഞാൻ ഈ ക്യാമറയും ക്യാമറാമാനുമായിട്ട് കേരളം മൊത്തത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തിരുവനന്തപുരം മുതൽ കണ്ണൂർ ആ ഭാഗത്തെല്ലാം ഞാൻ കാണുമ്പോഴാണ് ലിബർട്ടി തിയേറ്റർ കണ്ട് ലിബർട്ടി ബഷീർ സാറിൻ്റെയൊക്കെ ബൈറ്റ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ബൈറ്റിരിപ്പുണ്ട്. അപ്പോൾ അത് നടന്നില്ല. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ആ സെറ്റിൽ മിക്കവർക്കും അറിയാം ഞാൻ രഞ്ജി പണിക്കർ സാറായിട്ട് ഉടക്കിയെന്ന്. അങ്ങനെയാണ് ഈ ഭയാനക സിനിമയിൽ ലൊക്കേഷനിൽ വരുമ്പോഴത്തേക്ക് രഞ്ജി പണിക്കർ സാർ ഇരിക്കുന്നത്. ഞാൻ രഞ്ജി പണിക്കർ സാറായിട്ട് ഫോണിൽ ഭയങ്കര ഉടക്കാണ്. സാറിന് എന്നെ അറിയത്തില്ല, എനിക്ക് സാറിനെ അറിയാം. ഞാൻ ഇന്ന ആളാന്ന് സാറ് പറഞ്ഞാൽ സാർ എൻ്റെ ചെവിക്കൽ അടിച്ച് പൊട്ടിക്കും. ഞാൻ അങ്ങനെ ഏകദേശം ഒരു 10-15 ദിവസത്തോളം സാറിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നടന്ന്. സാറൊരു ഭയാനക സിനിമയിൽ വയ്യാത്തൊരു മുടന്തനായ പോസ്റ്റ്മാനായിട്ടാണ്. ഇപ്പോൾ പോസ്റ്റ്മാൻ്റെ ബാഗും അതേപോലെ ഇങ്ങനെ ഊന്നുവടിയെല്ലാം ഞാനാണ് കൊണ്ടു നടക്കുന്നത്, സാറിൻ്റെ കൂടെ നടക്കുന്നത്. സാറ് വയലോരങ്ങളിലൊക്കെ ഷൂട്ടിംഗ് ആണെങ്കിൽ ഞാൻ ജസ്റ്റ് നടന്നു നോക്കി അവിടെയൊക്കെ പുതച്ചിലുണ്ടാകുന്നത് നോക്കിയിട്ടാണ്, പിന്നെ സാറിൻ്റെ കൈയൊക്കെ പിടിച്ചാണ് ഞാൻ കൊണ്ടുവന്നത്. അങ്ങനെ സാറും ഞാനുമായിട്ടൊരു 10-15-20 ദിവസത്തോളം ഭയങ്കര കൂട്ടായി. പിന്നെ അങ്ങനെയാണ് ലാസ്റ്റിൽ എനിക്ക് വീട്ടിലേക്ക് പോയാൽ പറ്റൂ, വീട്ടിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഞാൻ ജയരാജ് സാറിനോട് പറഞ്ഞു, സാറേ അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, അപ്പോൾ എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം ജയരാജ് സാറിന് അറിയാം. അപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒരു ഷോട്ട് തരാമെന്ന് പറഞ്ഞിട്ട്, നിന്നെ ഇനി സിനിമയിൽ കണ്ടില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പട്ടാളക്കാരെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ഒരു സീനിൽ ഈ പട്ടാള ഉദ്യോഗസ്ഥൻ്റെ ബാക്കിൽ ഓലക്കുടയും പിടിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നുണ്ട്. അതെനിക്കൊരു ലോങ് ഷോട്ട് കിട്ടി. പിന്നെ സാർ പറഞ്ഞു ഇനി അവൻ്റെ മുഖം സ്ക്രീനിൽ കണ്ടില്ലെന്ന് വിഷമം വേണ്ടെന്ന് പറഞ്ഞു സാർ എനിക്കൊരു ക്ലോസപ്പ് ഷോട്ട് കൂടി തന്നു. പക്ഷെ അത് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് ആ സിനിമ തിരുവനന്തപുരത്ത് പ്രദർശിപ്പിച്ചു. അതിലെൻ്റെ മുഖം കണ്ട് ഒരു 1-2 സെക്കൻഡേ ഉള്ളൂ. പക്ഷെ അത് എൻ്റെ മുഖം മാത്രമായിട്ട് സ്ക്രീനിൽ കാണാം. സാറ് എനിക്ക് കിട്ടുന്നത്. എനിക്കിപ്പോൾ ഏതോ ഒരു പടത്തിനകത്ത് ഇതുപോലെ തന്നെ തിയേറ്ററിൽ അഭിനയിച്ചിട്ട് സലിംകുമാറാണെന്ന് തോന്നുന്നു. അതെ ഉദയനാണ് സ്വന്തം സീൻ കാണാൻ എനിക്കത് ഫീൽ ചെയ്തു. അത് കണ്ണ് നിറയുമ്പോൾ അതില്ലാത്തൊരു ഫീലാണത്. എനിക്ക് അതൊരു പോസ്റ്റർ ഇടയ്ക്ക് ഇങ്ങനെ മെമ്മയായിട്ടൊക്കെ വരുള്ളൂ ഇങ്ങനെ. അതെ തന്നെ. അങ്ങനെ ജയരാജ് സാർ പറഞ്ഞ ജയരാജ് സാറ് രഞ്ജി പണിക്കർ, രഞ്ജി ഇതാണ് നമ്മളെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ, പുള്ളിയിൽ നിന്ന് പോവാൻ പോവുക. ഞാൻ പറഞ്ഞു സാറേ എനിക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ കഴിക്കണം. അങ്ങനെ ഇങ്ങനെ ഇന്ന ആളാണ് സുധീഷ് മഞ്ഞപ്പാറ. ഞാൻ പറഞ്ഞു സാറേ, അപ്പോൾ സാറ് വീണ്ടും പറഞ്ഞ് അവൻ തിയേറ്ററിലൊക്കെ പോസ്റ്റ് ഒട്ടിക്കുന്ന ആളാണ്, ഒരു ഡോക്യുമെൻ്ററി ഒക്കെ എടാ നീ ആണോടാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് എന്നെ കെട്ടി അങ്ങ് പിടിച്ച് ഓക്കെ എടാ എന്ന് പറഞ്ഞ്. വേറെ വിഷയമൊന്നുമില്ല. അവിടെ വെച്ച് ഞാൻ പേടിച്ചു പറയാണ്ട് 10-15 ദിവസം. അതെ അതുകൊണ്ട് ജീവിതത്തിൽ വലിയ അഭിനയമായിരുന്നല്ലേ. അതെ അതെനിക്ക് പേടിയായിരുന്നു. സാറിനെ ഡെയിലി കാണുമ്പോൾ പക്ഷെ സാർ അറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്. പക്ഷെ മല പോലെ വന്നത് എലി പോലെ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഡോക്യുമെൻ്ററി 1.5 വർഷം കൊണ്ട് പൂർത്തിയായി. അപ്പോൾ ഡോക്യുമെൻ്ററി പൂർത്തിയാണെങ്കിൽ പോലും പിന്നീട് ഞാൻ ഈ കിടന്ന് തിരക്കി പിടിച്ച് നമ്മൾ അതേന്ന് പറഞ്ഞ് നടന്നാൽ, കാരണം ഏറ്റവും താഴെ തട്ടി നിൽക്കുന്ന ഒരു ഞാനാണ്. വെറും സിനിമ പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ ഒട്ടിക്കുന്ന ആളാണ് ഞാൻ. ഇന്ന തിയേറ്ററിലാണ് ജോലി ചെയ്യുന്നത്, എനിക്കിങ്ങനെ ഡോക്യുമെൻ്ററി ചെയ്തേ പറ്റൂ, ഇതാണ് എൻ്റെ സബ്ജക്റ്റ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങി 1.5 വർഷം കൊണ്ട് ഞാൻ പലരെയും കാല് പിടിച്ച് എങ്ങനെയെങ്കിലും ഡോക്യുമെൻ്ററി പൂർത്തിയാക്കിയപ്പോഴത്തേക്കും സുരേഷ് ഗോപി, പ്രൊഡ്യൂസർ സുരേഷ് കുമാർ, ഓസ്കാർ റസൽപ്പുകുട്ടി സാറ്, അതുപോലെ ലിബർട്ടി ബഷീർ, പിന്നീട് സംവിധായകൻ രാജീവ് അഞ്ചൽ, ഡയറക്ടർ ശ്യാമപ്രസാദ് സാറ്,
പിന്നെ ഒട്ടനവധി സിനിമാ പോസ്റ്റ് ഒട്ടിപ്പ് തൊഴിലാളികൾ ഒക്കെ വെച്ചിട്ട് ഒരു ഡോക്യുമെൻ്ററി പൂർത്തിയാക്കി. അത് കുറച്ച് 7 ഫെസ്റ്റിവലിലൊക്കെ വലിയ വലിയ ഫെസ്റ്റിവലിൽ തിരഞ്ഞെടുത്തു. കുറേ അവാർഡ് കിട്ടിയെന്നല്ലാതെ അവാർഡ് കൊണ്ടിട്ട് നമ്മളെ സാമ്പത്തിക പ്രശ്നം മാറത്തില്ലല്ലേ. ഒരുപാട് ഫിലിം ഫെസ്റ്റിവലിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഫിലിമാണ്. അതെ. അപ്പോൾ എല്ലാവരും അറിയുകയും ചെയ്ത് എനിക്ക് അവാർഡ് കിട്ടി. മാത്രമല്ല ഒരു വ്യത്യസ്തമായ ഒരു ഡോക്യുമെൻ്ററി. ഇത്രയൊക്കെ കിട്ടിയിട്ട് വിനീത് ശ്രീനിവാസൻ വേണ്ടി വന്നു അല്ലേ ശരിക്കും ഒരു ഹൈഫൈ ബാനറിലേക്ക് എത്തിപ്പെടാൻ? അതെ. വിനീത് ശ്രീനിവാസൻ ഒരു പോസ്റ്റർ ഹൃദയത്തിന്റെ പോസ്റ്റർ ഒട്ടിച്ചത് എടുത്ത് ഷെയർ ചെയ്തു അല്ലേ? അതെ. കൊറോണ കാലമായിരുന്നത്. കൊറോണ കാലത്തിൽ ഹൃദയത്തിൻ്റെ പോസ്റ്റ് ഒട്ടിക്കുന്നതിൻ്റെ അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഹൃദയം സ്റ്റോപ്പ് ചെയ്ത് തിയേറ്ററുകളിൽ. പിന്നീട് ചില ഏരിയകളിൽ സിനിമ തിയേറ്ററിൽ ആളെ കയറ്റി സിനിമ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇതേപോലെ മോഹൻലാലിൻ്റെ മകൻ നമ്മൾ പ്രണവ് മോഹൻലാൽ നെഗറ്റീവ് പബ്ലിസിറ്റി വരുത്തിയ നടൻ വീണ്ടും കുതിച്ചു വരുന്നു. ജനങ്ങളെ തിയേറ്ററിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പ്രണവ് മോഹൻലാൽ വീണ്ടും വന്നിരിക്കുന്നു. വിനീത് ശ്രീനിവാസൻ്റെ പടത്തിലൂടെ ഇന്ന സ്ഥലങ്ങളിൽ സിനിമ പ്രദർശനം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സിനിമയുടെ പോസ്റ്റ് ഒട്ടിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് വിനീതേട്ടന് ഞാൻ അയച്ചു കൊടുത്തു, വിനീത് ശ്രീനിവാസന് അയച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി അത് ഫേസ്ബുക്കിലിട്ട് ഷെയർ ചെയ്ത് അപ്പോൾ കുറേ ആൾക്കാർ അറിഞ്ഞു. അപ്പോൾ പുള്ളിക്കാരെ എനിക്ക് ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. മാത്രമല്ല വിനീത് ശ്രീനിവാസനെ ഫസ്റ്റിൽ ഞാൻ കാണുന്നത് എൻ്റെ നമ്പറുണ്ട്, ഞാൻ കുറേ ആളുടെ നമ്പറുണ്ട്, പക്ഷെ ആരും വിളിച്ചാൽ ഫോണൊന്നും എടുക്കത്തില്ല. ഞാൻ ഒരു ദിവസം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചെന്നൈയിലേക്ക് പോവുകയാണ്. ചെന്നൈയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിക്കാരനെ കാണാൻ വേണ്ടി പോയപ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ നമ്പറുണ്ട്. ഞാൻ പറഞ്ഞു ഇതേപോലെ ഞാൻ ചെന്നൈയിലോട്ട് വരുന്നുണ്ട്, എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ശരി വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നൈ ചെന്നിട്ട് വിനീത് ശ്രീനിവാസനെ വിളിക്കുന്നു. അപ്പോൾ വിനീത് ശ്രീനിവാസൻ പറഞ്ഞു ശരി നമുക്ക് കാണാം ഇന്ന സ്ഥലത്ത്. എനിക്ക് തോന്നുന്നു AVN സ്റ്റുഡിയോയുടെ അവിടെയാണ്, വടപഴനി മറ്റാന്ന് തോന്നുന്നു. അങ്ങനെ ആ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഞാൻ വിനീത് ശ്രീനിവാസനെ ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അന്ന് തട്ടത്തിൻ മറയത്ത് സിനിമയുടെ തിരക്കഥയൊക്കെ പൂർത്തിയാക്കുന്ന സമയമായിരുന്നു. അന്ന് ഞാൻ എൻ്റെ സ്റ്റോറിയെക്കുറിച്ച് പറഞ്ഞു, അതായത് സ്ലിപ്പ് എന്ന് പറഞ്ഞ സ്റ്റോറിയെക്കുറിച്ച് പറഞ്ഞു. അത് വായിക്കാനൊക്കെ കൊടുത്തിരുന്നു. പിന്നീട് വിനീത് ശ്രീനിവാസൻ പറഞ്ഞു നീ ഇത്ര സീരിയസ് ആവരുത് കേട്ടോ, കുറച്ചുകൂടെയൊക്കെ സീരിയസ് ഇല്ലാത്ത കുറച്ചുകൂടെയൊക്കെ കോമഡി ആയിട്ടുള്ള സ്ക്രിപ്റ്റോ കഥയൊക്കെ എഴുതണം എന്ന് പറഞ്ഞു. അതിനെ പിന്നീട് 2-3 പ്രാവശ്യം വിനീത് ശ്രീനിവാസനെ കണ്ടിട്ടുണ്ട്, അറിയാം, വിളിക്കാറുണ്ട്. ഒരു ദിവസം എന്നെ വിളിച്ചു ഡോക്യുമെൻ്ററി കണ്ടിട്ട്, സുധീഷ് നല്ല ഡോക്യുമെൻ്ററി ആയിരുന്നു, നീ എല്ലാ രീതിയിലും ചിന്തിച്ച് എല്ലാം റിസർച്ച് ചെയ്ത് തന്നെ ചെയ്തേക്കുന്നത്, നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരു ദിവസം ഇങ്ങനെ യാദൃച്ഛികമായിട്ട് ഇരിക്കുമ്പോഴാണ് വൈഫാണ് കോൾ എടുത്തത്. വിനീത് ശ്രീനിവാസൻ പറഞ്ഞപ്പോൾ വൈഫ് തന്നെ ഞെട്ടിപ്പോയി, വിനീത് ശ്രീനിവാസനെ ഒന്നുമായിട്ട്. അപ്പോൾ അത് വല്ലാത്തൊരു അംഗീകാരമായിരുന്നു. അതുപോലെ റസുൽ പൂക്കുട്ടി, അങ്ങനെ പ്രൊഡ്യൂസർ സുരേഷ് കുമാർ, എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ്. ചേട്ടാ ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ആളുടെ നമ്പറുണ്ട്, നമ്മൾ കയറി ചെല്ലും, ഒരു സിനിമയിലേക്ക് കിടക്കാൻ ഇതൊന്നും അല്ലാതെ വേറെ എന്തൊക്കെയായിരിക്കാം? ഞാൻ പറയാം, ചിലവർക്ക് ഭയങ്കര ഈസി ആക്സസിബിൾ ഉണ്ട്. അതല്ലാതെ ചില ആളുകൾ ഇപ്പം റീസെൻ്റ് ആയിട്ട് വാഴ, ഇപ്പം ചേട്ടൻ തന്നെ വാഴയുടെ പോസ്റ്റർ ഒട്ടിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. വാഴയിൽ കുറേ കുട്ടികളെ, അതായത് റീൽസ് ചെയ്യുന്ന, അതായത് സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന കുറേ കുട്ടികളെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം സിനിമ സീരീസ് ആയിട്ട് കാണുന്ന ഒരുപാട് പേര്, ഇപ്പം ചേട്ടനടക്കം അല്ലെങ്കിൽ വേറെ ഒരുപാട് പേര് ഒന്നും അല്ലാണ്ടായിപ്പോയവരുണ്ട്. ഇപ്പം ചേട്ടൻ ഇത്രയൊക്കെ ആയിട്ടും ചേട്ടന് സിനിമ, ഇപ്പം ചേട്ടൻ തന്നെ പറയുന്നുണ്ട് 2 തിരക്കഥ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിലേക്ക് നമുക്ക് എത്തപ്പെടാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്തായിരിക്കാം അവിടെ എത്തപ്പെടാൻ പറ്റാതാവുന്നത്? ഈ പാഷൻ ഇല്ലാത്തതുകൊണ്ടാണോ അതോ ഡെഡിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് മോശം ആണെന്ന് ഞാൻ പറയത്തില്ല. കാരണം അവർ വായന കുറവാണ് ഇന്നത്തെ ചെറുപ്പക്കാർക്ക്. അവർ ഒരു യാത്ര പോവുകയാണെങ്കിൽ അവർ ഫോണിലാണ് നോക്കുന്നത്. അപ്പോൾ കാഴ്ചകൾ പുറത്തെ കാഴ്ചകൾ കാണുന്നില്ല. രണ്ടാമത്തെ കാര്യം ഹെഡ്സെറ്റാണ് വെച്ചേക്കുന്നത്, പുറത്തെ ശബ്ദങ്ങൾ കേൾക്കുന്നില്ല. ഇപ്പോൾ ഒരു ഹൈ റേഞ്ചിലൂടെ പോകുന്ന, ടൗണിലൂടെ പോകുന്നത്, അല്ലെങ്കിൽ കാട്ടിലൂടെ പോവുകയാണെന്നല്ല ശരി, ഒരു ബസ് യാത്ര ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫോണിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കാഴ്ചകൾ കാണത്തില്ല. എപ്പോഴും ഫോണിലായതുകൊണ്ട് ഈ ശബ്ദങ്ങളെല്ലാം ഒന്നും അവന് അനുഭവിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടാണത്, ശരിയാണോ എനിക്കറിയില്ല. അതുപോലെ ഇന്നത്തെ തലമുറ പഴയത് കണക്കല്ലായിരുന്നു. പഴയ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ, എനിക്ക് വീടിൻ്റെ അടുത്ത് മഞ്ഞപ്പാറ, എൻ്റെ സ്ഥലം മഞ്ഞപ്പാറയാണ്. അപ്പോൾ അവിടെ പിന്നെ ലൈബ്രറി ഉണ്ട്. അപ്പോൾ മിക്ക ആഴ്ചയിൽ 2, 3, 4 പുസ്തകങ്ങൾ എടുത്ത് വായിക്കും. ഇന്നത്തെ തലമുറകൾക്ക് വായനയില്ല. ഇപ്പം ഞാൻ എഴുതിയ പുസ്തകം കൊണ്ട് പലരെയും കാണിച്ചപ്പോഴേക്കും അവർ പുസ്തകമോ, അതൊക്കെ ഇന്നത്തെ കാലത്ത് ആര് വായിക്കുന്നത് ഇതൊക്കെ.
അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സിനിമ കാണുക, ആ സിനിമയിൽ നിന്ന് ഓരോ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക, അതിൽ നിന്നുണ്ടാക്കുന്നതല്ലാതെ പുതുതായിട്ടൊന്നും ഉണ്ടായി വരുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് അതുപോലെ അവർ ജീവിത സാഹചര്യങ്ങൾ, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് പഴയ സാഹചര്യങ്ങളല്ല. പണ്ട് ഞാനെന്ന് പറഞ്ഞാൽ രാവിലെ ചിലപ്പോൾ ഒന്നും കാണത്തില്ല, കഴിക്കാനായിട്ടൊന്നും കാണത്തില്ല. ചിലപ്പോൾ പഴങ്കഞ്ഞി ആയിരിക്കും. പഴങ്കഞ്ഞിയാൽ തന്നെ ഉപ്പും ഇച്ചിരി മുളക് ചാലിച്ചതും കഴിച്ചിട്ട് ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട്. ഉച്ചയ്ക്ക് സ്കൂളിൽ കഞ്ഞിയാണ് കുടിക്കുന്നത്. കഞ്ഞി ഇല്ലെങ്കിൽ ഇല്ല. അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഒരു ചെറിയൊരു പാത്രം കൊണ്ടുപോയ രാജു എന്നും അത് സുനിൽ ഇങ്ങനെയുള്ള സുഹൃത്തുക്കളുണ്ട്. ഞാൻ പാത്രം കൊണ്ടുപോകുന്ന പാത്രത്തിൽ നിന്ന് ഞങ്ങൾ 3 പേരാണ് ഈ പാത്രത്തിൽ നിന്ന് കഞ്ഞിയും പയറും കുടിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് ചിലപ്പോൾ കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരും, അനിയനോ മറ്റോ കുടിയാനൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിക്കാനും പറയാനും, അതുപോലെ കാഴ്ചകൾ, ജീവിത സാഹചര്യങ്ങളൊക്കെ നമുക്ക് പട്ടിണിയൊക്കെ അതിൽ നിന്ന് പണ്ടുള്ള ആൾക്കാർക്ക് നല്ല അനുഭവങ്ങളുണ്ടായിരുന്നു. അനുഭവങ്ങളിലൂടെ നമുക്ക് പലതും ഓർത്തെടുക്കാനും എഴുതാനൊക്കെ പറ്റും. അപ്പോൾ ഇന്നത്തെ തലമുറകളിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കുറവാണ്. ഇല്ല എന്നല്ല അറിയുന്നത്, ചിലർ ഉണ്ടാവാം. അപ്പോൾ പിന്നെ സിനിമയിലേക്ക് പെടാൻ കഴിയാത്തതിൻ്റെ കാരണം ഒരുപാട് പേര് ഇങ്ങനെ തുരുതുര ഇറങ്ങുകയാണ്. അവർക്കുള്ള കഥയുണ്ട്, തിരക്കഥയുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പലതും ആവർത്തന വിരസതയുള്ളതായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാഴ ഫസ്റ്റ് ഞാൻ കണ്ടതാണ്, എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്ത്. പക്ഷെ അതിൽ വ്യത്യസ്തമായത് ആ മേക്കിങ്ങിൽ വ്യത്യസ്തമാണെങ്കിൽ പോലും ക്ലൈമാക്സിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു ചേർച്ചയില്ല. ഇപ്പോൾ സെക്കൻഡ് വന്നത്, പക്ഷേ സെക്കൻഡ് നല്ല രസമുണ്ട്, നല്ല ഫീലിംഗ് ആണ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഈ എല്ലാത്തിനും ചേരുമ്പോൾ ഇന്നത്തെ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് ആ രീതിയിൽ ചെയ്യുന്ന ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട്. പിന്നെ എന്നെ പോലുള്ള ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കഥയാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഓലക്കൊട്ടയിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നീട് സ്ലിപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഓലക്കൊട്ടക നോവൽ എഴുതുന്നത്. നോവൽ എഴുതിയിട്ട് ഈ പുസ്തകമാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ ബുക്സിനെ സമീപിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, പുസ്തകം ഞങ്ങൾ പ്രിൻ്റ് ചെയ്ത് തരാം, ഇത്ര രൂപ വേണമെന്ന് പറഞ്ഞു. ഏതാണ്ട് 35-40 രൂപ അടുത്ത് വന്നു. അങ്ങനെ 35,000-ഓളം രൂപ ഞാൻ കൊടുത്തിട്ട് പുസ്തകം അവർ പ്രിൻ്റ് ചെയ്ത് തന്നു. പ്രിൻ്റ് ചെയ്ത് തന്നപ്പോൾ പറഞ്ഞു, അങ്ങനെ അതിൻ്റെ സാറ് വായിച്ചിട്ട് പറഞ്ഞു, നരേന്ദ്ര സാറ്, ഞങ്ങൾ ഈ പുസ്തകം എനിക്കിഷ്ടപ്പെട്ട് ഇതിൻ്റെ ക്ലൈമാക്സ് മാറ്റണമെന്ന് പറഞ്ഞു. അതിൻ്റെ അവസാനം ഇതൊരു ഹാപ്പി എൻഡിങ് ആണ്, മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളിത് ഏറ്റെടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് മാറ്റി എഴുതി, അതിൻ്റെ അവസാന ഭാഗം മാറ്റി എഴുതി അവർ കൊടുത്തു. അവർ ഓലക്കൊട്ടക എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പുസ്തകം സ്വന്തമായിട്ട് അടിച്ച് അവർ തന്നെ ഇപ്പോൾ വിൽക്കുകയാണ്. എനിക്ക് അതിൻ്റെ 10% റോയൽറ്റി കിട്ടും. അങ്ങനെയാണ് ഇപ്പോൾ ഇത് പോകുന്നത്. അപ്പോൾ ചേട്ടൻ ഇനിയിപ്പം സിനിമയിലേക്ക് തീവ്രമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തിരക്കഥയായിട്ട് ആരെങ്കിലും സമീപിച്ചോ? എന്താണ് പുതിയ അപ്ഡേഷൻസ് ഒക്കെ? സിനിമ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പിന്നീട് ഇപ്പോൾ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയിരിക്കുക. 2 സിനിമയുടെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒന്ന് ഈ ഓലക്കൊട്ടക എന്ന് പറഞ്ഞ നോവലിൻ്റെ സ്ക്രിപ്റ്റാണ് പൂർത്തിയായിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ AI-ൽ ജനറേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടീസർ പോലെ, അതായത് കഥ പറയാതെ തന്നെ നമുക്ക് ഓരോ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയതിന് ശേഷം അത് ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ നമ്മളെ നോവലിലെ കഥ മൊത്തത്തിൽ 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് തീരാവുന്ന, അത് സിനിമ പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇപ്പോൾ ചേട്ടാ, ഞാൻ ആദ്യം ചോദിച്ചിരുന്നു പോസ്റ്ററുകൾ പല വിധമുണ്ടെന്ന്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണോ? ഇപ്പോഴെങ്ങനെയാണ് സിനിമ പോസ്റ്റർ ഒട്ടിക്കുന്നത്? കാരണം ഇപ്പോൾ എല്ലാവരും ഈ ഓൺലൈൻ മീഡിയയിൽ കൂടെ മറ്റേ എന്താ പറയുക, ടീസർ റിലീസിങ് എല്ലാം ലൈവായിട്ട് തന്നെ കൊടുക്കുന്നുണ്ടല്ലോ. പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഭയങ്കര വിജയ് ഫാനായിരുന്നു. ഭയങ്കര എന്ന് വെച്ചാൽ എൻ്റെ ആദ്യ കാമുകനാണ്. അത്രയും ഇഷ്ടമായിരുന്നു. അപ്പോൾ വിജയുടെ പടങ്ങളൊക്കെ വരുമ്പോൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കും. ഞാൻ +2 പഠിക്കുന്നു. ആ സമയത്ത് വിജയുടെ പോസ്റ്റർ കൊണ്ട് ഒട്ടിക്കും. നമ്മൾ എന്നിട്ട് ചുമരെ ചാരി നിന്നിട്ട് നഖം കൊണ്ട് ഇങ്ങനെ വിജയുടെ മുഖം മാത്രം വെട്ടിയെടുത്തോണ്ട് പോന്നിട്ടുണ്ട്. സീരിയസ്ലി, അത്ര പ്രാന്തായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് അപ്പം നമ്മൾ കണ്ടേക്കുന്ന അത്രയും വലിയ പോസ്റ്റർ? ഇപ്പം എങ്ങനെയാണ് പോസ്റ്ററിൻ്റെ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ എങ്ങനെയാണ് പോകുന്നത്?
പണ്ട് ഒരുപാട് ടൈപ്പ് പോസ്റ്ററുകളുണ്ടായിരുന്നു. അതായത് ആ സിനിമയുടെ സുവർണ്ണകാലം എന്ന് പറയുന്നത്, അതായത് സിനിമ പോസ്റ്ററിൻ്റെ സുവർണ്ണകാലമായിരുന്നു അത്. അപ്പോൾ അത് 30-40 ചെറിയ പോസ്റ്റർ, പിന്നെ ഈ ചെറിയ പോസ്റ്റർ 2 ചേർന്ന് വരുന്നത് 2 ഷീറ്റ്, പിന്നെ ഒരു 4 ഷീറ്റ് 4 ഷീറ്റുകൾ ചേർന്ന് വരുന്നത്, പിന്നെ ഒരു 6 ഷീറ്റ്, അങ്ങനെ 9, 18 വന്നിട്ടുണ്ട്. ഇപ്പോൾ 6 ഷീറ്റാണ് ഇപ്പോൾ വരുന്നത്. സ്ഥിരം വരുന്നത് ഈ 30-40, അത് ചെറുതും പിന്നെ ഒരു 6 പീസുള്ള 6 ഷീറ്റും. ഇത് രണ്ടുമാണ് ഇപ്പോൾ മെയിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ഡോക്യുമെൻ്ററി ചെയ്തിറങ്ങിയപ്പോഴത്തേക്കും അവർ പറയുന്നത് പറഞ്ഞാൽ, അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി പറഞ്ഞാൽ സിനിമ പോസ്റ്റർ ഒട്ടിപ്പ് നിർത്തണമെന്നാണ് പറയുന്നത്. സിനിമ പോസ്റ്റർ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. സിനിമയെക്കുറിച്ച് സിനിമയെക്കുറിച്ച് അറിയാവുന്നവർ സിനിമ കാണാൻ വരും. പോസ്റ്റർ ഒട്ടിക്കേണ്ട എന്നാണ് അവർ പറയുന്നത്. പോസ്റ്റർ ഒട്ടിക്കാതെ എങ്ങനെയാണ് സിനിമ ഏതാണെന്ന് അറിയുന്നത്? ഇപ്പോൾ നമ്മൾ മൊബൈലെടുത്താൽ മാത്രമേ അറിയാൻ പറ്റൂ ഇന്ന തിയേറ്ററിൽ ഇന്ന സിനിമയാണെന്ന്. ഇപ്പോൾ ഈ ടൗണിലൂടെ ഒന്ന് പോയാൽ ഒരു പോസ്റ്റർ ഒട്ടിപ്പുകാരന് അറിയാൻ പറ്റും ഏത് സ്ഥലത്തൊട്ടിച്ചാലാണ് ആൾക്കാർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഒരു ബസ് സ്റ്റാൻഡിലായിരുന്നാലും ശരി, ഇപ്പോൾ ഓടകൾ, ശവറകൂനകൾ, അതുപോലെ തെരുവ് നായ്കൾ കിടക്കുന്ന സ്ഥലമായിരുന്നാലും ശരി, അവിടെ എല്ലാം ഒരു സിനിമ പോസ്റ്റർ ഒട്ടിപ്പുകാരൻ ഒട്ടിക്കണമെന്ന് തോന്നിയാൽ അവ ഒട്ടിച്ചിരിക്കും. കാരണം അവൻ ഒട്ടിക്കുന്ന പോസ്റ്റർ 10 പേര് കാണണം, അത് കണ്ടിട്ട് സിനിമ തിയേറ്ററിലേക്ക് വരണം. അതുപോലെ ഫാൻസ് ഉള്ള ഏരിയകളുണ്ട്. ഇപ്പോൾ മമ്മൂട്ടി ഫാൻസ്, മോഹൻലാൽ ഫാൻസ്, വിജയ് ഫാൻസ്, അങ്ങനെ പല ഫാൻസിൻ്റെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കുള്ള ഏരിയയിൽ ഏതൊക്കെ ടൈപ്പ് പോസ്റ്റർ ഒട്ടിക്കണം, നല്ല നല്ല ആക്ഷൻ രംഗങ്ങളുള്ള പോസ്റ്ററുകൾ നമ്മൾ നോക്കി വെച്ചേക്കും. ഇന്ന സ്ഥലത്ത് ഇന്നത് ഒട്ടിക്കണം, ഇന്ന സ്ഥലത്ത് ഇന്ന ഒട്ടിച്ചാൽ ആൾക്കാർ കാണാൻ പറ്റും. കോളേജിൻ്റെ അവിടെ ആണെങ്കിൽ അങ്ങനെ പല ടൈപ്പ് പോസ്റ്ററുകൾ നമ്മൾ ഒട്ടിക്കും. അതുപോലെ സൈറ്റുകൾ നോക്കി വെച്ചേക്കും. അപ്പോൾ രാത്രി പോകുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ടാണ് നമ്മൾ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുള്ളത്. കാരണം രാത്രികളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രേതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചുമ്മാതെ അതൊന്നുമില്ല. കാരണം ഞങ്ങൾ രാത്രി 12, 1 മണി, 2 മണി, 3 മണി എല്ലാം ഈ ലോക്കൽ ഏരിയയിലും എല്ലാം പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും കണ്ടില്ല. അതുപോലെ ഇഴജന്തുക്കളായിരുന്നാലും ശരി, ഓടയിലും ഒക്കെ ഇറങ്ങി ഞങ്ങൾ ഒട്ടിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും ഈ സിനിമയുടെ ആൾക്കാർ തന്നെ ഒട്ടിക്കുന്നതൊക്കെ കാണാൻ ഇറങ്ങി. അവിടെ എല്ലാം ഒട്ടിച്ചു. ഒരു ചായക്കുള്ള പൈസ അവർ തരത്തില്ല. മനസ്സിലായില്ലേ? എൻ്റെ പടമാണ് ഞാനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, എന്നാലും ശരി ഒരു ചായയുടെ പൈസ തരത്തില്ല. അതുപോലെ ഈ വിജയ് ആയിരുന്നാലും ശരി, അല്ലു അർജുൻ്റെയൊക്കെ സിനിമകളൊക്കെ റിലീസ് വരുമ്പോൾ ഫാൻസുകാർ തിയേറ്ററിലൊക്കെ ഇളക്കി മറിച്ച് തോരണങ്ങൾ, അതുപോലെ പടക്കം, ചെണ്ട, പാലിൽ അഭിഷേകം എന്ന് വേണ്ട ഭയങ്കരം കട്ടൗട്ടുകളാണ്. എന്നാൽ ഈ പോസ്റ്റർ ഒട്ടിച്ചവനെ വിളിച്ചിട്ട് ഒരു മാല ഇടുക, വേണ്ട ഒരു ചായക്കുള്ള കാശെങ്കിലും കൊടുക്കാം. ഇന്നവരാരും കൊടുത്തിട്ടുമില്ല. മാത്രമല്ല പോസ്റ്റർ ഒട്ടിപ്പുകാരനെ ആരും കണ്ടിട്ടുമില്ല. കാരണം അവർ രാത്രി ഇറങ്ങുന്നു, രാവിലെ ആകുമ്പോൾ തീരുന്നു. ആ പോസ്റ്ററുകൾ ഇങ്ങനെ കാണും. പിറ്റേന്ന് അവരാരും ഇത് ഒട്ടിച്ചാരാണെന്നോ ആരും തിരക്ക് വരാറുമില്ല, ഒന്നുമില്ല. അതുപോലെ പിന്നെ ഫാൻസുകാർ തമ്മിലുള്ള ഇതുണ്ട്. ഇപ്പം വിജയുടെ ഫാൻസ് ആയിരുന്നാലും ശരി, അല്ലെങ്കിൽ അല്ലു അർജുൻ്റെ ഫാൻസ് ആയാലും ശരി, ഇല്ലാത്ത ചില ഏരിയകളിൽ ഒട്ടിച്ചാൽ അവന്മാർ കീറിക്കളയും. ഒട്ടിച്ചിട്ടങ്ങ് മാറുമ്പോഴത്തേക്കും കീറിക്കളയും. അതുപോലെ മോഹൻലാൽ, അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. ഇവർ ചെയ്യുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ മോഹൻലാലിൻ്റെ നല്ല പോസ്റ്ററുകൾ നമ്മൾ ഒട്ടിക്കുമ്പോഴത്തേക്ക് അവരുണ്ടല്ലോ, നായിക തൊട്ടപ്പുറത്തേക്ക് ഈ നായികയുടെ തല വെട്ടി മോഹൻലാലിൻ്റെ തലയുടെ മുകളിൽ ഒട്ടിക്കും, മോഹൻലാലിൻ്റെ തല വെട്ടിയെടുത്ത് നായികയുടെ തല വെട്ടി. മനസ്സിലായില്ല? ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് പോസ്റ്റർ നശിപ്പിക്കുന്ന ആൾക്കാർ, ഒട്ടിച്ച ഉടനെ കീറിക്കളയുന്ന ആൾക്കാർ. കാരണം നമ്മൾ നശിപ്പിച്ചല്ലോട്ടോ, ഞാൻ ഇഷ്ടം കൊണ്ട് വിജയുടെ ഇഷ്ടം, എൻ്റെ ബുക്കിലൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു, ഇഷ്ടം കൊണ്ട് പറിച്ചെടുത്തു. നിങ്ങളുടെ ജോലിയെ അപമാനിച്ചതല്ല, മനസ്സിലായി? അതിങ്ങനെ ആളുകളൊരു എന്താ പറയാ ഭയങ്കര കോമിക്കാക്കാൻ ശ്രമിക്കുന്നതാണ്, തല വെട്ടി ഒട്ടിച്ച്. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ അധ്വാനത്തിന്റെ വില മനസ്സിലാക്കാതെയാണ് അവരത് ഈ പണി ചെയ്യുന്നത്. അതായത് രാത്രി ഞങ്ങൾ വല്ല ഒട്ടിച്ചെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും രാവിലെ പോകുമ്പോഴത്തേക്കും കീറിയിട്ടേക്കുന്നതാണെന്നത്. അത് വല്ലാത്തൊരവസ്ഥയാണിത്. കാരണം ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഇഷ്ടപ്പെട്ട പോസ്റ്ററുകളൊക്കെ ഒട്ടിക്കുക, പോസ്റ്ററിനോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒട്ടിക്കുമ്പോഴത്തേക്ക് പിറ്റേന്ന് രാവിലെ കീറിക്കളയുന്നു. പക്ഷെ അത് കണ്ടിട്ട് തിയേറ്ററിലേക്ക് ആൾ വരണം, അത് വല്ലാത്തൊരു വിഷമമാണത്. അത് കീറിക്കളയുന്നത് കാണും, കീറിക്കളഞ്ഞിട്ടേക്കുന്നത്. ചിലപ്പോൾ ഈ മദ്യപിച്ച് ചേർത്തുന്ന ചില ആൾക്കാരുണ്ട്, നമ്മൾ പോസ്റ്റർ ചോദിച്ചില്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ ഇവരത് കീറിക്കളയും, ഒട്ടിച്ചത് കീറിക്കളയും. അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഓലക്കൊട്ടക നോവലിൻ്റെ
അവതാരിക എഴുതിയിരിക്കുന്ന സംവിധായകൻ ജയരാജ് സാറാണ്. ഞാൻ ആശംസ കണ്ടിരുന്നു, ഞാൻ വെച്ച് കണ്ടിരുന്നു. രഞ്ജി പണിക്കർ സാറാണ്. അതെ, അത് ഞാൻ ശ്രദ്ധിച്ചു. ഇത്രയൊക്കെ വഴക്കുണ്ടാക്കിയിട്ട് അതെ, രഞ്ജിത്ത് അതെ. പണിക്കർ സാറിനെ ആ കൊണ്ട് സാറ് ആശംസകൾ രഞ്ജിത്ത് അതെ പണിക്കർ അതെ സാർ അതെ അതെ എഴുതിയല്ലോ. രഞ്ജി പണിക്കർ സാറ് കൈപ്പടയിൽ തന്നെ സാറേ എനിക്ക് ഒന്ന് എഴുതി തരണം എന്ന് പറയുമ്പോൾ സ്വന്തം കൈപ്പടയിൽ പേനൊക്കെ എഴുതിയിട്ട് സാറേ എനിക്ക് അത് അയച്ചത്. അയച്ചു തന്നു. പിന്നെ ജയരാജ് സാറ് പിന്നെ അവതാരിക അവതാരിക എഴുതി എഴുതിയിട്ടുണ്ട്. തന്നു. സുധീഷേട്ടാ, ഇതിനിടയ്ക്ക് ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ട് കല്യാണം നൃത്ത അധ്യാപികയായിട്ടാണ്. ലവ് മാരേജ് ആയിരുന്നു? ലവ് മാരേജ് ആണോ ചോദിച്ചാ അല്ല, ഈ ഹോസ്പിറ്റലിൽ എപ്പോഴായിരുന്നു അതൊക്കെ? തിരുവനന്തപുരത്ത് ഫെസ്റ്റിവലിൽ പോയപ്പോൾ സംഭവിച്ചേ അതൊക്കെ. പിന്നെ ആണെങ്കിൽ പോലും ഒരു 2-3 വർഷം കഴിഞ്ഞാണ് കല്യാണം നടന്നത്. ഫെസ്റ്റിവലിൽ വെച്ച് പരിചയപ്പെട്ടത്? അതെ അതെ. അന്ന് വൈഫ് അധ്യാപികയാണ്. അപ്പോൾ ഇപ്പോൾ ലാസ്യ നൃത്ത വിദ്യാലയം എന്ന് പറഞ്ഞൊരു കോട്ടുക്കൽ, ആലങ്കോട്, അങ്ങനെ 2 സ്ഥലങ്ങളിലുണ്ട്. കൊല്ലം ജില്ലയിലാണ്. പുള്ളിക്കാരത്തി ഇപ്പോൾ കുറേ ഈ ലാസ്യ നൃത്ത വിദ്യാലയം 2 സ്ഥലത്തുണ്ട്. പിന്നെ അതുകൂടാതെ കുറേ സ്ഥലങ്ങളിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. കുഴപ്പമില്ല, ജീവിതത്തിൽ ഇങ്ങനെ സാഹചര്യങ്ങൾ മാറി വരുന്നു. പിന്നെ അതുപോലെ മക്കള് ഭാഗ്യലക്ഷ്മി 9 വയസ്സായി, മകൻ യാദവ് 2 പേർ, അങ്ങനെ 3 പേരാണ്. പിന്നെ മോള് ഇടയ്ക്ക് ഇങ്ങനെ ഒരു സിനിമയിൽ, തമിഴ് സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത്. മോള് ബമ്പർ ലോട്ടറി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. പുതിയൊരു ഡയറക്ടറാണ്. അത് പടം റിലീസായി. പക്ഷെ ഇതുവരെ OTT-യിലൊന്നും വന്നിട്ടില്ല. വലുതായിട്ട് തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ഓടിയിട്ടുണ്ട്, കുറേ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. മോള് അമ്മയുടെ പോലെ തന്നെയാണ്, നൃത്തം പഠിക്കുന്നുണ്ട്. മോനും ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും ചേട്ടനെ മൈദയുടെ മണമുണ്ടോ? മൈദയുടെ മണമില്ല. പുതിയ ടെക്നിക്കൊക്കെ ആയോ പോസ്റ്റർ ഒട്ടിക്കാൻ? പോസ്റ്റർ ഒട്ടിക്കുന്ന ഇപ്പൊ പിന്നെ മൈദയല്ല, പിന്നെ കപ്പപ്പൊടി, ചീനിമാവെന്ന് പറയും. അതാണ് നല്ല പശ. അതിലാണെങ്കിൽ എത്ര വെള്ളം വേണമെങ്കിലും ചേർക്കാം. ഈ പിന്നെ അത് നല്ല കട്ടിയായിട്ട് നമ്മളെ വണ്ടിയിലൊക്കെ അടിക്കുന്ന ഗ്രീസ് ഇല്ലേ, അതുപോലെ ഇരിക്കും. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ലോങ് സ്ഥലത്തൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലെ ഗ്രീസ് പോലെ ഇരിക്കുന്ന ഒരു ബക്കറ്റിലാക്കി വെച്ചതിന് ശേഷം വേറൊരു ബക്കറ്റിലോട്ട് കുറച്ച് ഇടുക, വെള്ളം ചേർത്ത് എത്ര വേണമെങ്കിലും കലക്കി ലൂസായിട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കൊണ്ടുപോയാൽ മതി. അപ്പോൾ റോഡ് സൈഡിൽ നിന്ന് വെള്ളം ആവശ്യം പോലെ കിട്ടുമല്ലേ, അത് അതനുസരിച്ച് ഒട്ടിച്ചൊട്ടിച്ച് പോവാം. ഓക്കെ ചേട്ടാ, എത്രയൊക്കെ ആളുകളെ കാണാൻ പോകുന്ന ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ? എങ്ങനെയുള്ള സംവിധായകരുമായിട്ട് ഈ തിരക്കഥയായിട്ട് സമീപിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ കുറേ ആൾക്കാരായിട്ട്, അതായത് ഈ പറഞ്ഞ കണക്ക് ഞാൻ ഓരോ സിനിമകൾ പോസ്റ്റർ ഒട്ടിക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് പല മാധ്യമങ്ങളിൽ, ഇപ്പോൾ ഫേസ്ബുക്കിലായിരുന്നാലും ശരി, ഇൻസ്റ്റാഗ്രാമിലെല്ലാം പോസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ മിക്ക സംവിധായകർക്കൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. മിക്കവർക്കുള്ള നമ്പർ ഞാൻ എവിടെയെങ്കിലും കളക്ട് ചെയ്ത് വാങ്ങിക്കും. അപ്പോൾ അവർക്കെല്ലാം അയച്ചു കൊടുക്കും. സാർ, ഞാൻ സാറിൻ്റെ സിനിമയുടെ പോസ്റ്റർ ഒട്ടിച്ച ആളാണ്, എനിക്ക് സാറിനെ ഒന്ന് കാണണം, അല്ലെങ്കിൽ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് എന്ന് അവർ അവർ ആ വീഡിയോ എടുത്തിട്ട് അവർക്കുള്ള പരസ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും. അവർ ഇൻസ്റ്റഗ്രാമിലും അവരൊക്കെ ഇടും. പക്ഷെ നമ്മളൊരു കാര്യം പറഞ്ഞാൽ കൊണ്ട് ചെന്നാൽ അവർ നമ്മളെ അടുപ്പിക്കത്തില്ല, എത്ര വലിയ ശരി. അപ്പോൾ ഞാൻ പല ആൾക്കാരെയും കാണാൻ പോയിട്ടുണ്ട്, പക്ഷെ നമ്മളെ ആരെയും അടുപ്പിക്കത്തില്ല. അതാണ് പ്രശ്നം. കുറേ ആൾക്കാർ ഈ അവർക്കുള്ള പോസ്റ്റർ ഒട്ടിച്ച, ഇപ്പോൾ വാഴ 1-ൻ്റെ പോസ്റ്റർ ഒട്ടിച്ച ഡയറക്ടറെ ഞാൻ പലപ്പോഴും കാണാൻ വേണ്ടി ശ്രമിച്ചു, നടന്നില്ല. നമ്മളെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഹെൽപ്പ് ചെയ്യാൻ പല ആൾക്കാരും ഇപ്പോൾ വലിയ അവരൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ മതി, പക്ഷെ സഹായിക്കാൻ ആരില്ല. അതാണ് പ്രശ്നം. നമ്മൾ എത്രയൊക്കെയായിരുന്നു അവർക്കുള്ള പോസ്റ്റർ ഒട്ടിക്കുന്നു, അത് ഒട്ടിപ്പുകാരൻ തീർന്നു. അത് ഇപ്പോൾ തിയേറ്ററിൽ നന്ദി പ്രകാശനം മുതൽ സംവിധായകർ വരെ നീളുന്ന പേര് വിവരങ്ങളെല്ലാം ഇങ്ങനെ കാണിക്കും. പക്ഷേ ഒരിക്കലും ഒരു തിയേറ്ററിൽ പോസ്റ്റർ ഒട്ടിപ്പുകാരൻ്റെ പേര് വരുന്നില്ല, അവരാരും അംഗീകരിക്കുന്നില്ല. പക്ഷേ ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന ആൾക്കാർ മിക്കവരും സിനിമ സ്വപ്നം കണ്ട് വരുന്നവരാണ്. അവർ ഒരു കലാകാരനാണ്, പക്ഷേ അവരൊന്നും എങ്ങും എത്തിപ്പെടാതെ അവസാനം തിയേറ്ററിലേക്ക് എത്തിപ്പെടുന്നതാണ്. അവരന്നും ഇന്നും തിയേറ്ററിൽ പോസ്റ്റർ ഒട്ടിപ്പ് തന്നെയാണ്. അവരെ പുറം ലോകം അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേട്ടാ, എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് കാണും, ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് ചേട്ടനൊരു അവസരം കിട്ടട്ടെ, അതായത് ജസ്റ്റ് കഥ പറയാൻ. അതെ, എഴുതിയ തിരക്കഥ ഒന്ന് അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടട്ടെ. ഞാൻ സന്തോഷം. ഇതിന്റെ ഫസ്റ്റ് പേജിൽ ഈ സമർപ്പണം എഴുതിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ ഓലക്കൊട്ടകയുടെ എല്ലാ സിനിമാ പോസ്റ്റർ ഒട്ടിപ്പ് തൊഴിലാളികൾക്കും തിയേറ്റർ തൊഴിലാളികൾക്കും. കാരണം നമ്മൾ കാണുക, ഞാൻ പറഞ്ഞത് എല്ലാ ജോലിയും ഇവിടെ എല്ലാ ജോലിയല്ല, ഓരോ നമ്മൾ കാണുന്ന വസ്തുക്കൾക്ക് പിന്നിലും ഓരോ മനുഷ്യൻ്റെ അധ്വാനങ്ങളുണ്ട്. ആ അധ്വാനങ്ങൾക്കൊക്കെ ഒരു വിലയുള്ളതാണ്. ആ വില ചിലവർക്കത് അറിയില്ല, ചിലവർക്കത് ഇവൻ്റെ കടമയാണ്, അല്ല ഇവന് ആ പൈസ കിട്ടുന്നുണ്ടല്ലോ, അത് ഭയങ്കര
നിസ്സാരവൽക്കരിച്ച് കാണാറുണ്ട്. ഇപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞ പോലെ ചിലപ്പോൾ സംവിധായകർ ഉൾപ്പെടെ വന്ന പോസ്റ്റർ കണ്ടിട്ട് പോകും. എന്നാൽ ചെയ്യുന്നവന് അവരുടെ വിചാരം ഇവർ എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരുടെയും പറയുന്നില്ല, ഇവൻ കള്ളു പിടിച്ച് അപ്പുറേ പോയി മറിയാനാണ്. ആയിക്കോട്ടെ, അവരുടെ ഹാപ്പിനെസ്സിന് അവരുടെ സിനിമ നിങ്ങൾ ആ ഒരു തൊഴിലാളികളില്ലെങ്കിൽ ഇത്രയും എന്താ പറയുക മാസ്സായിട്ട് അതിനൊരു ഓഡിയൻസിലേക്ക് എത്തപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ചേട്ടനൊരു വലിയ പ്രചോദനമാണ്. ചേട്ടൻ്റെ 2 സിനിമ ഇറങ്ങാനുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും ചേട്ടൻ ഒന്നുകൂടെ ഒന്ന് ഞാഞ്ഞ് ട്രൈ ചെയ്താൽ നമ്മുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത തവണ ഞാൻ വന്നിരിക്കുമ്പോൾ സുധീഷ് മഞ്ഞപ്പാറ ഡയറക്ടറോടും തിരക്കഥാകൃത്തിനോടും എന്താ പറയുക നടനോടും കൂടി വേണം എനിക്ക് സംസാരിക്കാൻ. എന്താണെങ്കിലും ചേട്ടാ താങ്ക് യു വെരി മച്ച്. ശരി, ഓക്കെ.